അപ്പോൾ ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ശാഖയിൽ RSSൻ്റെ ശാഖയിൽ പോകാൻ തുടങ്ങിയത്. അല്ല, അപ്പോൾ അവിടെ എതിർപ്പില്ലേ അന്ന്? അന്നത്തെ എതിർപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, അന്നത്തെ എതിർപ്പ് കോൺഗ്രസ്. ആണോ? മാധ്യമങ്ങൾ പറയുന്ന ഈ മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഉണ്ട്, അതിലൊക്കെ എന്തെങ്കിലും കഥയുണ്ട്? ഒരർത്ഥമില്ല ഇതിൽ. ഒരു കാര്യം ഞാൻ തുറന്നു പറയുക, BJPയിൽ ഈ പക്ഷങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും ധാരാളം ആളുകൾ RSSലേക്ക്. അപ്പോഴത്തേക്ക് CPM സ്ട്രോങ് ആയി. CPMൽ നിന്ന് ആളുകൾ ധാരാളം RSSലേക്ക് വന്നു. RSSലേക്ക് വന്നു. CPMൽ നിന്ന് RSSലേക്കുള്ള ആ പ്രവാഹത്തെ തടയാനാണ് CPM ആദ്യമായിട്ട് സംഘർഷവും കൊലപാതകവും നടത്താൻ തുടങ്ങി. കൂത്തുപറമ്പിനടുത്ത് മെരുവമ്പായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ പള്ളി സംരക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിരാമൻ രക്തസാക്ഷിയാണ്. ഈ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് സത്യസന്ധമായിട്ട് പറയാം, അതൊരു കള്ളുഷാപ്പിൽ വെച്ചു. കള്ളുഷാപ്പിൽ നടന്നിട്ടുള്ള അവിടെ കള്ളുകുടിയന്മാർ തമ്മിലുണ്ടായിട്ടുള്ള കശപിശയും. ജയരാജനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ ഒരാളെ കൊല്ലണം, അതായിരുന്നു അവരുടെ ടാർഗറ്റ്. അതിൽ അദ്ദേഹം പെട്ടുപോയി. അദ്ദേഹം സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നേരെ കയറി വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടിട്ട് വെട്ടി നുറുക്കുകയായിരുന്നു. ഈ സംഭവം നടക്കുന്ന തൊട്ട് മുമ്പാണ് ഞാൻ ആ വഴി പോയത്. വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഈ വിചാരണ നടക്കുന്നത്. ജഡ്ജി ചോദിച്ചു, ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരിൽ ആരാണ് നിങ്ങളുടെ മാഷെ കൊലപ്പെടുത്തിയത്? ഓരോ കുട്ടിയും പറഞ്ഞു, ഇവനാണ്. ഹിന്ദു അല്ലാത്തൊരാൾക്ക് RSS ആണാകാം. ഈ മുസ്ലിം വംശഹത്യയാണ് ഈ RSSന്റെ അജണ്ട എന്നാണ് പലരും പറയുന്നത്. അത് എതിരാളികളുടെ അടിസ്ഥാനരഹിതമായിട്ട് രാഷ്ട്രീയ ആരോപണം. മുസ്ലിം രാജ്യങ്ങളാണ് നരേന്ദ്രമോദിജിയെ ഏറ്റവും വലിയ പുരസ്കാരം, അവർക്ക് സിവിലിയൻ പുരസ്കാരം കൊടുത്ത് ആദരിച്ചത്. മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഇല്ലാത്ത പ്രയാസം എന്താ ഇവിടുത്തെ ആളുകൾക്കുള്ളത്? ഈ പരമ്പരാഗത മുന്നണികളുണ്ടല്ലോ, LDF UDF, ഇത് ശിഥിലമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായത്. ഇതിനുശേഷം നിങ്ങൾ ഈ ഇപ്പോൾ കാണുന്ന LDF UDFും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്നില്ല. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗവും നേരത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമൊക്കെ ആയിരുന്ന PK കൃഷ്ണദാസാണ്. എന്താണ് കൃഷ്ണദാസിൻ്റെ രാഷ്ട്രീയം? എങ്ങനെയാണ് RSSകാരനും BJPക്കാരനുമായത്? എന്തുകൊണ്ടാണ് കൃഷ്ണദാസ് പൊതുപ്രവർത്തകനായി തുടരുന്നത്? നമുക്ക് വിശദമായി സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം ഈ അഭിമുഖത്തിലൂടെ പ്രേക്ഷകരെ അങ്ങനെ പരിചയപ്പെടുത്താം. എല്ലാവർക്കും അറിയാം, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിൽ പോലും മൈന്യൂട്ടായിട്ട് പലർക്കും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ഒരു പശ്ചാത്തലം, കണ്ണൂർ തലശ്ശേരിക്കാരനാണെന്ന് എനിക്കറിയാം. അങ്ങ് എവിടെയാണ് ജനിച്ചതും വളർന്നതും? എന്താണ് അങ്ങയുടെ പശ്ചാത്തലം? തലശ്ശേരി താലൂക്കിൽ പാനൂർ എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. പണ്ട് ഇഷ്ടംപോലെ വർഗീയലകളൊക്കെ വന്നുകൊണ്ട് സ്ഥലങ്ങളായിരുന്നു. തലശ്ശേരി താലൂക്കിലാണ് തലശ്ശേരിയിലാണ് വർഗീയലകൾ ഉണ്ടായത്. അതിൻ്റെ പരിസര പാനൂരുണ്ടായിട്ടുണ്ട് 72. പിന്നെ അവിടെ നിന്നും ഒരു 5 കിലോമീറ്റർ അകലെ ഒരു ശരിയായ ഗ്രാമത്തിൽ, തനി ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. അതായത് ചെണ്ടയാടെന്ന് പറയും. അവിടെയാണ് ഞാൻ പഠിച്ചതും. അതുപോലെ കുടിയേറ്റ ഗ്രാമമല്ല, പരമ്പരാഗതമായിട്ട് പക്ക കണ്ണൂർ ജില്ലയാണ്. തലശ്ശേരി താലൂക്കിലാണ്. അവിടുന്ന് പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ പോയാൽ ഒരു ഉൾപ്രദേശത്താണ് എൻ്റെ വീട്. വീടിൻ്റെ പശ്ചാത്തലം എൻ്റെ വീട് എന്നാൽ പഴയ കാലത്താണെങ്കിൽ വലിയൊരു വയലിൻ്റെ കരയിൽ ഒരു ചെരുവിലാണ് എൻ്റെ വീട്, തറവാട് വീട്. അവിടെ നിന്നായിരുന്നു പഠനം. അച്ഛൻ അധ്യാപകനായിരുന്നു, അമ്മ അധ്യാപികയായിരുന്നു. ഒരു അധ്യാപക കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകനായി വന്നു. ഞാൻ അധ്യാപകനായിട്ട് വന്നു. എൻ്റെ ഭാര്യ അധ്യാപികയാണ്. എൻ്റെ ജ്യേഷ്ഠൻ അധ്യാപകനാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യ അധ്യാപികയാണ്. ജ്യേഷ്ഠൻ്റെ ഒരു മകനിപ്പോൾ അധ്യാപകനാണ്. ഒരു മകളിപ്പോൾ B.Ed ട്രെയിനിങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അവരെ 3 കുട്ടികൾ, ഇവരൊക്കെ ഒരു അധ്യാപകമാണ്. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ രക്ഷിതാക്കന്മാരാകെ അവരാഗ്രഹിക്കുന്നത് ഒന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉടനെ തന്നെ പിന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് അയച്ചിട്ട് അധ്യാപക പരിശീലനത്തിന് അയച്ച് അധ്യാപകനായി വന്ന് തൊട്ട് വീടിനടുത്തുള്ളൊരു സ്ഥലത്ത് ജോലി. അതുകൊണ്ട് അവർ സംതൃപ്തരാണ്. ഇപ്പോഴും അവിടെ തന്നെയാണോ താമസം? അല്ല, ഇപ്പം ഞാൻ പിന്നീട് ഞാൻ അവിടെ നിന്ന് ഈ അറിയാലോ, ഞങ്ങളുടെ തലശ്ശേരി ഭാഗങ്ങളിൽ സംഘർഷം രൂക്ഷമായി. അതിനൊക്കെ ശേഷം ഞാൻ എനിക്ക് യാത്രയുടെ BJPയുടെ സംസ്ഥാന ചുമതലയൊക്കെ വന്ന ശേഷം ഈ ചെണ്ടയാടെന്ന ഗ്രാമമാണല്ലോ, അവിടെ തലശ്ശേരിക്ക് എൻ്റെ താമസം മാറ്റി. പിന്നീട് ഞാനിപ്പം കൂടുതലും തിരുവനന്തപുരത്താണ് ഉണ്ടാകാറ്. തിരുവനന്തപുരത്തേക്ക് ഞാൻ മാറിയത് ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായ സമയത്ത് ഞാൻ അധ്യാപക ജോലിയിൽ നിന്നും ദീർഘകാല അവധിയെടുത്തു. അന്ന് BJPയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി മുകുന്ദനായിരുന്നു.
അന്ന് മുകുന്ദേട്ടൻ്റെയും അതുപോലെ മാരാർജി ആയിരുന്നു അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്. മാരാർജിയാണ് എന്നെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ ഞാനിവിടെ അതിന് ശേഷം എന്നോട് ലീവ് എടുക്കാൻ ആവശ്യപ്പെട്ടത് ഒരു മാസത്തേക്കാണ്. അതായത് ഞാനൊരു ഈ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അസുഖം ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. വീട്ടിലൊന്നും അങ്ങനെ പോകാറില്ല. പക്ഷേ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട്ടിൽ കാണാൻ വേണ്ടി വന്നതാണ് മാരാർജി മുകുന്ദേട്ടനും. അന്നേരമാണ് മാരാർജി പറയുന്നത് സംസ്ഥാന പ്രസിഡൻ്റായിട്ട് നിങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തുടർന്ന് മുകുന്ദേട്ടൻ പറഞ്ഞു ഒരു മാസം ലീവ് എടുക്കണം, എന്നിട്ട് അസുഖം മാറിയാൽ ഒന്ന് തിരുവനന്തപുരത്തേക്ക് വരണമെന്നാണ്. അപ്പോൾ ഒരു മാസത്തേക്കാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ഞാൻ 65 ദിവസത്തേക്ക് ലീവ് എടുത്തു. കാരണം അത് 65 പ്രത്യേകത, 65 ദിവസം ലീവ് എടുത്ത KER പ്രകാരം ആ കാലയളവിൽ മറ്റൊരു അധ്യാപകനെ നിശ്ചയിക്കാം. എനിക്ക് ശമ്പളം കിട്ടില്ല, പക്ഷേ വേറൊരു അധ്യാപകനെ നിശ്ചയിക്കാം. അയാൾക്ക് ശമ്പളവും കിട്ടും, കുട്ടികൾ അനാഥാവില്ല. പക്ഷേ 65 ദിവസം ലീവ് എടുത്ത ഞാൻ പിന്നീട് സ്കൂളിലേക്ക് പോയിട്ടില്ല, രാജിവെച്ചോ? പിന്നെ അത് ആദ്യം 5 വർഷം ലീവ് എടുത്തു, പിന്നീട് അവസാനം രാജിവെച്ചു. അന്ന് പകരം കയറിയ ആൾ തന്നെയാണോ പിന്നെ തുടർന്ന്? അല്ലല്ല, പിന്നെ മാറി. പിന്നെ അവിടെ പുതിയ പോസ്റ്റുകൾ വന്നു. എൻ്റെ പോസ്റ്റ്, പലരും എൻ്റെ പോസ്റ്റിലാണ് ആദ്യം വരിക. കാരണം 5 വർഷത്തെ ദീർഘകാല അവധിയിൽ വരുന്ന സമയത്ത് ആ പോസ്റ്റിലേക്ക് വരും. പിന്നീട് അത് റിട്ടയർമെൻറ്റ് വരുമ്പം റിട്ടയർമെൻറ്റ് പോസ്റ്റിലേക്കും KER പ്രകാരം അങ്ങനെയാണ്. ഇപ്പോഴും സ്ഥിരതാമസം തലശ്ശേരി തന്നെ? തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിട്ടില്ല. ഏതാണ്ട് ഇപ്പം ഞാനൊരു സന്ദർശകൻ മാത്രമാകുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിൽ. ബാക്കിയെല്ലാം ഞാൻ തിരുവനന്തപുരത്താണ്. പ്രത്യേകിച്ചും വീടുണ്ടോ, താമസിക്കാൻ സൗകര്യം? കാട്ടാക്കട ഞാനൊരു കഴിഞ്ഞ 2011 മുതൽ അവിടെയാണ് മത്സരിക്കുന്നത്. 2011, 16, 21. അപ്പോൾ അതിനുശേഷം എനിക്കൊരു വാടക വീടുണ്ട് അവിടെ. ആ വാടക വീട്ടിലാണ് പൊതുവേ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് വന്നാൽ സംസ്ഥാന കാര്യാലയവും അതുപോലെ തന്നെ ഈ നമ്മുടെ കാട്ടാക്കടയിലെ വീട്ടിലും താമസമല്ല, അവിടെ ഞാൻ സ്ഥിരമായിട്ടുണ്ടാവും. രാത്രി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. ഞാൻ ഈ കണ്ണൂരിനെ കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നത് വലിയ ഒരു പാർട്ടി ഗ്രാമങ്ങൾ. നിങ്ങളുടെ പാർട്ടി ഗ്രാമമായിരുന്നോ? ആയിരുന്നു. പാർട്ടി ഗ്രാമങ്ങളാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണ് അവരുടെ. വലിയ പിണറായി പാറപ്പുറത്ത് ഇങ്ങനെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു BJP-കാരൻ RSS-കാരനായി മാറുന്നത്? ഞാൻ എൻ്റെ ഞാൻ സൂചിപ്പിച്ചല്ലോ എൻ്റെ ഗ്രാമത്തിലാണ് വീട് എന്നുള്ളത്. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ, അദ്ദേഹത്തിന് RSS-ഉമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ RSS അല്ല, അച്ഛൻ നല്ല കോൺഗ്രസ്. അതിൻ്റെ അച്ഛൻ്റെ വീട് നാദാപുരത്ത്. കോൺഗ്രസ് ശക്തമാണല്ലേ? നാദാപുരത്ത് വളയം എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛൻ്റെ വീട്. അച്ഛൻ അവിടെ അധ്യാപകൻ. ഞാൻ അമ്മയുടെ വീട്ടിലാണ്, അതായത് ഈ ചെണ്ടയാട്, പാനൂരിൻ്റെ അടുത്ത് ചെണ്ടയാടിലാണ് അമ്മയുടെ വീട്ടിലാണ് താമസം. അമ്മയുടെ ജോലി ഈ പാനൂരിൻ്റെ അടുത്താണ്. അതുകൊണ്ട് അവിടെയാണ് അമ്മ ഈ വീട്ടിലുണ്ടാവും. അപ്പോൾ അവിടെ താമസം. അപ്പോൾ അവിടെയാണ് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ അവിടെ താമസിക്കാറുണ്ടായിരുന്നു. അവിടെ പഴയ കാലത്ത് തറവാട് വീട്ടിൽ താമസിക്കുന്നൊരു അയാൾ RSS-ഉമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് RSS-ൻ്റെ ശാഖയിൽ പോകാൻ തുടങ്ങിയത്. അല്ല, അപ്പോൾ അവിടെ എതിർപ്പില്ലേ? അന്നത്തെ എതിർപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, അന്നത്തെ എതിർപ്പ് കോൺഗ്രസ്. ആണോ? അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല, അന്ന് ശക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടി അന്ന് അത്രമാത്രം ശക്തമല്ല. അന്ന് ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ ബഹുമാന്യനായ PR കുറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സർവാധിപതിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം ജനസ്വാധീനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയത്തോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ജനസ്വാധീനത്തിൽ അദ്ദേഹം ഒരു മാതൃക അദ്ദേഹം. അപ്പോൾ അവരുടെ ഭാഗത്തായിരുന്നു എതിർപ്പുണ്ടായിരുന്നത്. അന്ന് സംഘർഷം, എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ സംഘർഷം അവരുമായിട്ട്. ഇപ്പം ഞങ്ങളെ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസ് ആണോ? ജനതാദളല്ല, ജനതാ പാർട്ടി. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടിയന്തരാവസ്ഥക്ക് തൊട്ട് മുമ്പ്, അതായത് 73 കാലഘട്ടത്തിൽ ഞങ്ങളെ നാട്ടിൽ ജനതാ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ RSS-ൻ്റെ ശാഖ ഒരു മോശമില്ലാത്ത അക്കാലത്ത് ഉണ്ട്. ഒരു ശാഖ, നല്ല ശാഖയാണ്, നന്നായിട്ട് ആളുകൾ പങ്കെടുക്കും. ഞങ്ങളെന്ന് കുട്ടികളും നന്നായിട്ട് അന്ന് ശാഖയിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ അടുത്തൊന്നും RSS-ന് യാതൊരു പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർന്ന് ഒരു പുതിയ സ്ഥലത്ത് RSS-ൻ്റെ പ്രവർത്തനം തുടങ്ങി. ഞായറാഴ്ച അവിടെ ശാഖ എടുക്കാറുണ്ടായിരുന്നു. കുട്ടികളുടെ ശാഖ ഞാനെടുക്കും, മുതിർന്ന ആളെ ശാഖ അതിനുശേഷം 7 മണിക്ക് 5 to 6 കുട്ടികളുടെ ശാഖ ഞായറാഴ്ച, അതിനുശേഷം മുതിർന്ന ആളുടെ ശാഖയാണ്. ആ ശാഖ ഞങ്ങളെടുക്കാൻ പോയി തിരിച്ച് വന്ന്
മുതിർന്നാൾ ശാഖ എടുക്കുന്ന സമയത്താണ് ആദ്യത്തെ കോൺഗ്രസിൻ്റെ അക്രമം ശാഖയെ കയറിയിട്ട്. അന്ന് അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം ആളുകൾക്ക് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ സമയത്ത് സംഘർഷം കോൺഗ്രസുമായിട്ടായിരുന്നു. പിന്നീടാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പോകേണ്ടി വന്നു. ഇല്ല ഞാൻ SLC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതിനുശേഷം അവിടെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും ധാരാളം ആളുകൾ RSSലേക്ക്. അപ്പോഴത്തേക്ക് CPM സ്ട്രോങ് ആയി. CPM-ൽ നിന്ന് ആളുകൾ ധാരാളം RSSലേക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നി അടിയന്തരാവസ്ഥയിൽ RSS ഇടപെട്ടത് കൊണ്ടാന്ന് തോന്നല്ലേ? തീർച്ചയായിട്ടും അതിൽ കണ്ണൂരിൽ കണ്ണൂർ ഭാഗങ്ങളിൽ RSSൻ്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വലിയ സമരം ഉണ്ടായിരുന്നു. വലിയ സമരം എന്ന് പറഞ്ഞാൽ 15 ആൾ 20 ആളാണ് അന്ന് സമരത്തിലുണ്ടാവുക. പക്ഷേ ആ സമരത്തെ പോലീസ് വളരെ ശക്തമായി അടിച്ചമർത്തി. ജനങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് അതിൽ പങ്കെടുത്ത ആളുകളെ തല്ലിയത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ശക്തി കേന്ദ്രമായിട്ട് പോലും ഇതുപോലൊരു സമരം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ ആദർശത്തിൻ്റെ പ്രേരണയാൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ കാഡറ്റ്സ് ഉണ്ടല്ലോ അവർ. അതിൽ ഒരു വലിയ വിഭാഗം ആളുകൾ RSS ആയി. അതിനെ തുടർന്നാണ് സംഘർഷം. ആ പ്രവാഹം ഉണ്ടല്ലോ, ഈ CPM-ൽ നിന്ന് RSSലേക്കുള്ള ആ പ്രവാഹത്തെ തടയാനാണ് CPM ആദ്യമായിട്ട് സംഘർഷവും കൊലപാതകവും നടത്താൻ തുടങ്ങിയത്. അതേ സംഘർഷം ഇപ്പോൾ ആരംഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് RSS CPM BJP-യിലേക്കുള്ള ഒരു പ്രഭാവം വരുന്നുണ്ടെന്ന്. ഇല്ല ഇപ്പം നേരത്തെ പോലെയുള്ള സംഘർഷം ഇപ്പോഴില്ല. അല്ല, ഞാൻ സംഘർഷമല്ല, അന്നത്തെ ഒരു പ്രവാഹം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പ് ഇപ്പം വീണ്ടും RSS BJP-യിലേക്കൊരു വരവ് ഇപ്പോൾ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ രീതിയിലുള്ള അക്രമങ്ങൾ ചില സ്ഥലത്ത് വരുന്നുണ്ട്. അന്നത്തെ എന്നിട്ടോ ഈ സംഘർഷങ്ങളെ അപ്പോൾ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നില്ല? അച്ഛൻ കോൺഗ്രസ് ആണല്ലോ. അല്ല, അച്ഛൻ കോൺഗ്രസ് അച്ഛൻ്റെ വീട്ടിലാണുള്ളത്, ഞാൻ അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പം ഞാൻ പിന്നെ അച്ഛനങ്ങനെ നിർബന്ധമൊന്നും പിടിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ സംഘർഷം ഞങ്ങളുടെ തലശ്ശേരി മേഖലയിലെ സംഘർഷം ഞങ്ങൾ വീട്ടുകാർക്കൊക്കെ വലിയ ഭീതിയും അവരുടെ മനസ്സിലെ അരക്ഷിതാവസ്ഥ. തലശ്ശേരി കലാപമൊക്കെ അത് കഴിഞ്ഞ് അല്ല, അത് 72-ലാണ്. 72 സ്കൂളിൽ, അതായത് അച്യുതമേനോൻ മുഖ്യമന്ത്രിയും പിന്നെ K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ആ സംഘർഷം. അന്ന് അതിനെക്കുറിച്ചൊന്നും ഓർമ്മയില്ല. എൻ്റെ ചെറിയൊരു ഓർമ്മയുണ്ട്. എൻ്റെ നാട്ടിലും ഒരു പള്ളി കത്തിയിട്ടുണ്ട്. എൻ്റെ നാട്ടിലും ഒരു മുസ്ലിം കടകൾ തീവച്ച് നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അന്ന് എൻ്റെ ഈ സ്ഥലത്ത് 2 വീട്ടുകാർ RSSകാരുള്ളൂ. കത്തിച്ചതൊക്കെ തന്നെ മാർക്സിസ്റ്റുകാരും അതുപോലെ കോൺഗ്രസ്സുകാരും. ഒരു വർഗീയ ഹിന്ദു മുസ്ലിം ഒരു വർഗീയ ലഹളയായിരുന്നത്. കോൺഗ്രസ്സുകാരും, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കോൺഗ്രസും CPM-കാരും ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ പള്ളി കത്തിച്ചതും ഈ മുസ്ലിം കടകൾ സംരക്ഷണം പറയുന്നതേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ പറയുന്നത് തലശ്ശേരി നഗരത്തിൽ ഞാനിപ്പോൾ താമസിക്കുന്ന തിരുവങ്ങാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു RSSൻ്റെ ശാഖയുള്ളത്. പക്ഷേ തലശ്ശേരിയിലെ നിരവധി പള്ളികൾ, അതുപോലെ തന്നെ മുസ്ലിം സ്ഥാപനങ്ങൾ, അതുപോലെ പാനൂർ ഭാഗത്ത് വിവിധ ഭാഗങ്ങളിൽ, ഈവൻ പിണറായിയിൽ പോലും ഈ പിന്നെ പള്ളികൾ കത്തിച്ചിട്ടുണ്ട്. അവരെ സ്ഥാപനങ്ങൾ കത്തിയിട്ടുണ്ട്. ഈവൻ ഞാൻ മനസ്സിലാക്കുന്ന പിണറായിയുടെ സഹോദരൻ പോലും ഈ കേസിൽ പ്രതിയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, ഈ ഞങ്ങൾ കൂത്തുപറമ്പിനടുത്ത് മെരുവമ്പായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുത്തെ പള്ളി സംരക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിരാമൻ രക്തസാക്ഷിയാണ്. ഈ കുഞ്ഞിരാമൻ പിന്നെ കൊല്ലപ്പെട്ടത് സത്യസന്ധമായിട്ട് പറയാം അതൊരു കള്ള് ഷാപ്പിൽ വെച്ചിട്ട്. നമ്മുടെ PT തോമസ് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കള്ള് ഷാപ്പിൽ നടന്നിട്ടുള്ള അവിടെ കള്ളുകുടിയന്മാർ തമ്മിലുണ്ടായിട്ടുള്ള കശപിശയും വഴക്കും അതാണ് കുഞ്ഞിരാമൻ്റെ കൊലപാതകത്തിൽ പിന്നെ അവരങ്ങേറ്റെടുത്തു, രക്തസാക്ഷിയാക്കി. രക്തസാക്ഷി എങ്ങനെയാണ് ഈ കള്ള് ഷാപ്പും ഇവർ സംരക്ഷിക്കുന്നു, ഈ കുഞ്ഞിരാമൻ സംരക്ഷിച്ചു എന്ന് പറയുന്ന മെരുവമ്പായി പള്ളിയും തമ്മിൽ ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ഈ കള്ള് ഷാപ്പിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള മെരുവമ്പായി പള്ളി സംരക്ഷിക്കാൻ പോകുന്നത്? ഇതെല്ലാവർക്കും അറിയാവുന്ന, അക്കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് CPIM. അവരെ ഇപ്പോൾ കണ്ടില്ലേ? അതായത് ഈ 10 വർഷം ഭരിച്ചു മുടിപ്പിച്ചിട്ട് KSRTC എഴുതി വെക്കുന്നു, പത്രത്തിൽ പരസ്യം ചെയ്യുന്നു, അവകാശം നടത്തി, ഇവരാണ് രക്ഷകരെന്ന് വരുത്തി തീർക്കുന്നു, നുണ പറഞ്ഞം കടിച്ച്. ഇത് തന്നെയാണ് അന്നും ചെയ്തത്. അന്നും ഇതന്നെ അവർ ആരംഭത്തിൽ തന്നെ അത് തന്നെയാണ്. അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. അവരെ സംബന്ധിച്ച് ആ ഒരു മാറ്റവും ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ മലബാർ ലഹളയുടെ കാര്യത്തിൽ സംഭവിച്ചതും. 100 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വാര്യംകുന്നനെ അവർ വിശുദ്ധനാക്കി. യഥാർത്ഥത്തിൽ ആ ചരിത്രം അവർ തിരുത്തി മാറ്റുക ചെയ്യുന്നത്. അതെ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അത് എന്താണ് ഉണ്ടാകുന്നത്? ആദ്യമായിട്ട് ഈ തലശ്ശേരിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇപ്പോൾ ഒരു ഒളിവിൽ പോകേണ്ടതോ അല്ലെങ്കിൽ പ്രതിയാകേണ്ടതോ ഒക്കെ ആയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്
സംഘർഷം എന്ന് പറയുന്ന തലശ്ശേരി മേഖലയുടെ സംഘട്ടനം കൊലപാതകം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു അവിടെ ഉള്ള ആൾക്കാർ അവിടെ ജനിക്കുകയും അവിടെ വളരുകയും അവിടെ പൊതുപ്രവർത്തനം നടത്തുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴം അതിൻ്റെ ഗൗരവം മനസ്സിലാവും. കാരണം ഓരോ ദിവസവും കൊലപാതകം നടക്കല്ലേ. പാർട്ടിക്കാരെ നമ്മുടെ ആ സംഘത്തെ ആൾക്കാർ അവർ കൊല്ലുന്നു. അതെ, തിരിച്ച് RSS BJP RSS തിരിച്ചടിക്കാൻ തുടങ്ങിയത് വളരെ കഴിഞ്ഞതിന് ശേഷം. ഞാൻ പറഞ്ഞല്ലോ 70 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം CPM എന്നുള്ള പ്രവാഹം RSSലേക്ക് ഉണ്ടായി. അതിനുശേഷം ഒരു 6 or 7 കൊലപാതകം ഏകപക്ഷിയാണ്. തലശ്ശേരി ഭാഗത്ത് തലശ്ശേരിയും പരിസര പ്രദേശങ്ങളിലും പാനുണ്ട ചന്ദ്രൻ, അങ്ങനെ ചൊക്ലി, കവിയൂർ, അങ്ങനെ ആ പ്രദേശങ്ങളിലൊക്കെ RSSൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തി. ഒരു തിരിച്ചടിയില്ല. കാരണം തിരിച്ചടിക്കാൻ അന്ന് അത്രമാത്രം ശക്തി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നല്ല പഠിപ്പിക്കുന്നത് അല്ലേ ആ സമയത്ത് നമ്മുടെ വളർച്ചയുടെ വികാസത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. RSS ഏതെങ്കിലും പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടന, അത് ജനങ്ങളിലേക്ക് എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്ന ഒരു അവസരം. ഇത് RSS കൊണ്ട് തിരിച്ചടിക്കാൻ പോയില്ല. പിന്നെ ഏറ്റവും ഒടുവിൽ ഒന്നും സാധിക്കാതെ വന്നപ്പോൾ അവസാനം ആത്മരക്ഷാർത്ഥം ആണ് ചില തിരിച്ചടികളൊക്കെ ആ മേഖലയിൽ ഉണ്ടായത്. അങ്ങയുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത സഹപ്രവർത്തകരാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ? പിന്നെ അവിടെ കൊല്ലപ്പെട്ടവർ, അന്ന് അക്കാലത്ത് കൊല്ലപ്പെട്ടവരൊക്കെ എൻ്റെ ആത്മസുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഏറ്റവും ഒരു ഉദാഹരണം മാത്രം പറയും. ഞാൻ യുവമോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായ സമയത്ത് എൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു KT ജയകൃഷ്ണൻ. ആയിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്താണ് ജയകൃഷ്ണൻ്റെ വീട്. മൊത്തം ഒന്ന് പറഞ്ഞു, എന്താണ് ജയകൃഷ്ണൻ സംഭവിച്ചത്? ജയകൃഷ്ണൻ സംഭവിച്ചത്, അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു, യുവമോർച്ചയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആ സംഘത്തിൻ്റെ ചുമതല BJPയുടെ ചുമതല ഉണ്ടായിരുന്നു, സംഘത്തിലായി ഉണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും ഒരു മാതൃക അധ്യാപകനാണ്. സ്കൂളിൽ ഈ പൊതുപ്രവർത്തനം എല്ലാം നടത്തുമെങ്കിലും സ്കൂളിൻ്റെ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അയാൾ കൃത്യത്തിന് അവിടെ എത്തും, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകും. കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകൻ. ഇവിടെ എല്ലാത്തരം രാഷ്ട്രീയക്കാരുടെയും മക്കൾ പഠിക്കുന്നില്ലേ? എല്ലാ രാഷ്ട്രീയക്കാരും മക്കളും അവിടെ പഠിക്കുന്നു. RSS പ്രശ്നമൊന്നുമില്ല. അവിടെ സ്കൂളിലൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധ്യാപകരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ മാത്രമല്ല, അയാളെ സംബന്ധിച്ച് ഒരു ആർക്കും ഒരു ആരോപണം പറയാനില്ല. ഇപ്പം CPMകാർക്ക് പോലും അദ്ദേഹം കൊലക്കേസിൽ പ്രതിയായിരുന്നു, അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും അക്രമം നടത്തിയിട്ടുള്ള പാരമ്പര്യമുണ്ട്, ഒന്നുമില്ല. അയാൾ ഓരോന്നുമില്ല. പക്ഷേ BJPയുടെ വളരെ ശക്തനായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്, ഒരു നേതാവാണ്. ആരുടെ മുന്നിലും മുട്ടുമടക്കൂല, ആരുടെ മുന്നിലും. അപ്പോൾ അതിനുശേഷം അവർ പിന്നെ നമ്മുടെ P ജയരാജൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം ജയരാജനെതിരായി അക്രമം ഉണ്ടായി. ഒരു അക്രമം ഉണ്ടായി. അതിൻ്റെ സമയത്ത് തന്നെ പിന്നെ അതൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായതാണ്. പക്ഷേ അത് വേറെ സ്ഥലമാണ്, ഇത് വേറെ സ്ഥലമാണ്. പക്ഷേ ഇയാളെ ഞങ്ങൾ ഉൾപ്പെടെ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി അക്കാലത്ത് 3 പേരെ ടാർഗറ്റ് ചെയ്തു. ഒന്ന് ജയകൃഷ്ണൻ, ഒന്ന് ഞാൻ, ഒന്ന് അന്നത്തെ BJP ജില്ലാ പ്രസിഡൻ്റായിരുന്നു വാസു മാസ്റ്റർ. പിന്നെ CPM പോയി. അപ്പോൾ ഞങ്ങളെ നോക്കിയിട്ട് ഒരുപാട് തവണ ഇവരത്തെ പ്രൊഫഷണൽ കില്ലേഴ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷേ ജയകൃഷ്ണന് അയാൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ BJPയുടെ സജീവ പ്രവർത്തകനാണ്, നേതാവാണെന്ന്. അതായത് P ജയരാജനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ ഒരാളെ കൊല്ലണം, അതായിരുന്നു അവരുടെ ടാർഗറ്റ്. അതിൽ അദ്ദേഹം പെട്ടുപോയി. അദ്ദേഹം സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നേരെ കയറി ഈ 10-45 വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടിട്ട് വെട്ടി നുറുക്കുകയായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പാണ്, ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ആ വഴി പോയത്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഈ തലശ്ശേരിക്ക് വരാൻ എളുപ്പമാർഗം ഇയാളുടെ സ്കൂൾ വഴിയാണ്. പക്ഷേ സ്കൂളിൽ പോയത് എനിക്കറിയില്ല. സ്കൂളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അയാൾ സ്കൂളിൽ പോയി എന്ന് എനിക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങും. പക്ഷേ അവർക്ക് 2 പേരെ കിട്ടുമായിരുന്നു, ടാർഗറ്റിൽ 2 പേരെ കിട്ടുമായിരുന്നു. ഞാൻ ഇന്നത്തെ ഈ അഭിമുഖം എത്തുമായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടുന്ന് തലശ്ശേരി ഓഫീസിലെത്തുമ്പോഴാണ്, അന്ന് മൊബൈലൊന്നുമില്ല, നമ്മുടെ ലാൻഡ് ഫോണിൽ ഒരു കോൾ വരുന്നത്. ഞാനാണ് എടുത്തത്. ആ സമയത്താണ് ഇങ്ങനെ വാർത്ത അറിയുന്നത്. ഉടൻ തന്നെ ഞങ്ങളവിടെ, അവർ ശക്തി കേന്ദ്രമാണ് ഈ CPMൻ്റെ ശക്തി കേന്ദ്രം അത്. അപ്പോൾ അവിടെ ഞങ്ങൾ പോകുന്ന സമയത്താണ് ഇയാൾ കുമ്പിട്ട് കിടക്കുന്നത്. അവിടെ കിടക്കുക കൊണ്ടുപോയി ആശുപത്രി ആക്കിയില്ല, ആശുപത്രി നുറുക്കിയിരുന്നു, കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ആ ലെവലിലാക്കി. അത് മാത്രമല്ല, അയാളെ കൊലപാതകം നടക്കുന്നത് വലിയ ഗൂഢാലോചന ഭാഗമായിട്ടാണ്.
അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ മുതൽ എല്ലാവരെയും അവർ മാറ്റി അവരേതായ CPM ആളുകളെ അവിടെ നിശ്ചയിച്ചു. മാത്രമല്ല ഇത് കൊലപാതകം നടക്കുന്നവർക്ക് നേരത്തെ അറിയാം. ആദ്യത്തെ മൊഴി ആര് കൊടുക്കണം അതുവരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടുത്തെ KSTA അന്നത്തെ KSTAയുടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയെ തന്നെ അതിന് നിയോഗിച്ചിരുന്നു. ഈ സംഭവം നടന്ന് പോലീസ് വരുന്നു, അയാളുടെ അടുത്ത് മൊഴി വാങ്ങുന്നു, കേസ് രജിസ്റ്റർ ചെയ്തു. കൊല നടത്തുക മാത്രമല്ല വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത്രയും പട്ടാപ്പകൽ നടന്നിട്ടൊരു കൊലപാതകത്തിൽ വെപ്പൺ സീസ് ചെയ്തിട്ടില്ല. ഇല്ല. മാത്രമല്ല അതിൽ സാക്ഷികൾ മുഴുവൻ ഏതാണ്ട് മുഴുവൻ സാക്ഷികളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പിന്നെ പ്രവർത്തകരുമാണ്. പക്ഷെ ഒറ്റ അബദ്ധം അവർക്ക് പറ്റി. കുട്ടികളെ സാക്ഷികളാക്കിയിരുന്നു. സാക്ഷികൾ ആക്കി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയാൻ പോകുന്നില്ലല്ലോ, ഇനി പറയുന്നത് തന്നെ ഭീഷണിപ്പെടുത്തിയാൽ മതി. അതുകൊണ്ട് കുട്ടികളെ സാക്ഷികളാക്കി മാറ്റി. പക്ഷേ കുട്ടികൾ വളരെ സത്യസന്ധമായിട്ട് കോടതിയിൽ എല്ലാവരും തുല്യം ഒരേ കാര്യം തന്നെ. ഒരേ കാര്യം മാത്രമല്ല, ആ കുട്ടികൾ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഈ വിചാരണ നടക്കുന്നത്. ജഡ്ജി ചോദിച്ചു, ഈ നിൽക്കുന്ന പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരിൽ ആരാണ് നിങ്ങളുടെ മാഷെ കൊലപ്പെടുത്തിയത്? ഓരോ കുട്ടിയും പറഞ്ഞു ഇതാ ഇവനാണ്. അവർ മാറിയില്ല ഇത്ര വലുതായിട്ടും. ഇല്ല, കുട്ടികളുടെ മനസ്സിൽ ഇതുണ്ടല്ലോ ഷോക്ക്. ഏതോ കുട്ടികൾ കുറേ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിരുന്നു. അതാണ് ദാരുണമായ ഒരു കൊലപാതകം ഞാൻ സൂചിപ്പിച്ചത്. എൻ്റെ അടുത്ത ഒരു സഹപ്രവർത്തകനായിരുന്നു ജയകൃഷ്ണൻ. ആ കേസിൻ്റെ അവസാനം എന്തായി? അവസാനം പിന്നെ തലശ്ശേരി സെഷൻസ് കോടതി പ്രതികളെ ശിക്ഷിച്ചു. വധായിരുന്നു, വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി, അവിടെയും അത് സ്ഥിരീകരിച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് വിട്ടു. എല്ലാവരും വെറുതെ വിട്ടു. ഒരാളൊഴിച്ച്. എന്താ പറഞ്ഞ്? തെളിവില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് വെപ്പൺ സീസ് ചെയ്തിട്ടില്ല. അങ്ങനെ കാരണം ഇവർ ഈ കൊലപാതകം നടത്തുക മാത്രമല്ല പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കേസാകെ അട്ടിമറിച്ചിരുന്നു. പക്ഷേ തലശ്ശേരി സെഷൻസ് കോടതി പറഞ്ഞു ഈ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണം നടത്തണം. കാരണം ഈ ഇത് വളരെ വ്യക്തമാണ്. പക്ഷേ അത് പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ് ഞങ്ങൾ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും ആ അന്വേഷണം നടത്താൻ തയ്യാറായില്ല. അതായത് മാർക്സിസ്റ്റ് പാർട്ടി രക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അതിനുശേഷം AK ആൻ്റണിയുടെ ഗവൺമെൻറ് വന്നു, തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നു. അതായത് AK ആൻ്റണി രാജിവെച്ച സമയത്ത് ഉമ്മൻചാണ്ടി വന്നല്ലോ. പക്ഷെ UDF ഗവൺമെൻറ് വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഒരു അന്വേഷണം നടത്തിയില്ല. അത് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പലതും പുറത്തു വരുമായിരുന്നു. ഇവരൊക്കെ ഇപ്പോൾ അതിലേക്കൂടെ ഞെളിഞ്ഞ് നടത്താൻ മാത്രമല്ലല്ലോ, ഇവർ ജയിലിൽ നിന്ന് വിട്ടയച്ചതിന് ശേഷം അതേ സ്കൂളിൽ അവർക്ക് സ്വീകരണം കൊടുത്തു. അതേ സ്പോട്ടിൽ. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ആ മേഖല അവരുടെ ശക്തി കേന്ദ്രമാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് സംഭവിച്ചു? അവരുടെ കുടുംബത്തിന് അമ്മയുണ്ട്, അദ്ദേഹത്തിന് 2 കല്യാണം കഴിച്ചില്ലായിരുന്നു. ഇല്ല, കല്യാണം കഴിച്ചിരുന്നില്ല. സഹോദരിമാരുണ്ട്. അവരൊക്കെ ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നു. അന്ന് അമ്മയൊക്കെ കാണാൻ പോയിരുന്നോ? എന്തായിരുന്നു ഒരു ഫീല്? അതിനു മുമ്പും ഈ ജയകൃഷ്ണൻ എൻ്റെ വീട്ടിലെ ഒരു കുടുംബാംഗമായിരുന്നു. അതേപോലെ തന്നെയാണ് അങ്ങോട്ടും. ഞങ്ങൾ പരസ്പരം വീടുകൾ തമ്മിൽ നല്ല ബന്ധമാണ്. എനിക്ക് ജയേഷ്ണൻ്റെ വീടുമായിട്ടും ജയേഷ്ണൻ എൻ്റെ വീടുമായിട്ടും ഒക്കെ വലിയ ബന്ധമുണ്ടായിരുന്നു. ഇത്തരം പല സുഹൃത്തുക്കളും നമ്മുടെ പരിചയം. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി, ഒരാൾ മരിച്ചു എന്നറിയുന്നൊരു ഒരാൾ കൊല്ലപ്പെട്ടു എന്നറിയുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അന്ന് ഭയം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഭയമൊന്നല്ല, മറിച്ച് ഈ സഹപ്രവർത്തകർ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നൊരു ദുഃഖമുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിനോടുള്ളൊരു അമർഷവും ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകാറുണ്ട്. ഈ പാർട്ടിയോട് CPMോടുള്ള. ഇപ്പം എത്ര ഒരു ജയകൃഷ്ണ കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ആളുകൾ, എൻ്റെ കൂടെ പ്രവർത്തിച്ച ഞാൻ യുവമോർച്ചയുടെ സെക്രട്ടറി ആകുമ്പോൾ യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്ന ഒരു ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു പ്രവർത്തകനുണ്ട്. അയാൾ കല്യാശ്ശേരിയിൽ പഞ്ചായത്ത് ഓഫീസിൽ ജോലി കിട്ടിയിട്ട് ആദ്യ ദിവസം ജോലിക്ക് പോയി അവിടെ പോയി ഒപ്പിട്ട് തിരിച്ച് ആ പഞ്ചായത്ത് ഓഫീസിൽ തിരിച്ച് ഇറങ്ങുമ്പോൾ കൊലപ്പെടുത്തി. കല്യാശ്ശേരി, വീട് പാനൂരാണ് ഇയാളുടെ. പിന്നെ ഇവിടെ ജോലിക്ക് പോയതാണ്. ടാർഗറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ടാർഗറ്റ്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇവരുടെയൊക്കെ ഇപ്പോൾ വീണ്ടും എൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അവരൊക്കെ മുഖങ്ങളിങ്ങനെ തെളിഞ്ഞു വരിക. ഇവരെയൊക്കെ കൊലപ്പെടുത്തുമ്പോൾ തന്നെ
ഈ ഇവരൊരു വ്യാജ പ്രതികളെയൊക്കെ കൊണ്ട് അങ്ങനെ ഒരു രീതി ഉണ്ടല്ലേ CPM-ന്? ഓ അതെ, അവരെങ്ങനെ ഇത് കൈകാര്യം ഈ കൊലപാതകത്തിന് പലരും രക്ഷപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? അത് ഇവർക്ക് മിക്ക കേസുകൾ രക്ഷപ്പെട്ടു പോകല്ലേ? അതെ, അന്നത്തെ കാലത്ത് ഇവർ പ്രൊഫഷണൽ കില്ലേഴ്സാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓ, പക്ഷേ പ്രതികളായിട്ട് ഇവർ മറ്റുള്ളവരെ പ്രതികളാക്കി മാറ്റും. അപ്പം തെളിയിക്കാൻ പറ്റും. തെളിയിക്കാൻ പറ്റില്ല. പലരും അതായത് ഒരു കേസ് കൊലപാതകം ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ പ്രതികളെയും അവർ സെറ്റ് ചെയ്യും. അതെ, പക്ഷേ എന്നിട്ട് പിന്നെ ഈ പ്രതികൾ അലിബിയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും. അതെ 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 ഇതാണ് ചെയ്യുന്നതല്ലേ? അതല്ല. അങ്ങനെയാണ് ഇവർ ഇതുവരെ കണ്ണൂരിൽ പിടിച്ചു നിന്നത്. അതെ. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോ അതിൽ? ഇപ്പോൾ ഒരു ആ സംഘർഷത്തിന് അന്തരീക്ഷം ഇപ്പോൾ കണ്ണൂർ ജില്ലയിലില്ല. അത് ഇവന്മാർ അധികാരത്തുള്ളതുകൊണ്ടാണോ? അല്ല, ഒന്ന് അധികാരത്തിലുള്ളത് കൊണ്ട് ചില സമയം ആവാം. പക്ഷെ മറ്റൊന്ന് അവർ ഇനി അക്രമത്തിലൂടെ അറുകൊലയിലൂടെ RSSനെയും BJPയെയും കണ്ണൂർ ജില്ലയിൽ ഇല്ലാതാക്കാം എന്ന് അവർക്ക് വിശ്വാസമില്ല. കാരണം ഇപ്പോൾ RSSൻ്റെയും BJPയുടെയും പ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി മാറിയിട്ടുണ്ട്. അങ്ങനെ അക്രമത്തിലൂടെ അടിച്ചമർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സംഘടനയല്ല RSSും BJPയും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ശാസ്ത്രീയമായ തെളിവുകൾ ഇപ്പോൾ സാധ്യതയായി. ഇപ്പം പിന്നെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഒരു കാരണം. മാത്രമല്ല തെളിവുകൾ എളുപ്പമായി. CCTVകളും അതെ 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 ഇതിൽ സാഹചര്യങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലേ കോടതി ഇടപെടുന്നത്? അതെ. ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം ഒരു അന്വേഷണത്തിൻ്റെ രീതിയിലൊരു മാറ്റം വന്നല്ലോ. അതൊരു വഴിത്തിരിവായി അല്ലേ? അതൊരു വഴിത്തിരിവായി. ഈ TPയുടെ കൊലപാതകം നടക്കുന്ന സമയത്ത് അങ്ങ് അവിടെ കണ്ണൂർ അവിടെ ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്നു. TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ആയിരുന്നു. അല്ല, ഈ RSS എന്നുള്ള ആദർശ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അല്ല, അന്ന് ഞങ്ങൾ പിന്നെ ഞാനന്ന് ഈ യുവമോർച്ചയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അന്ന് കോഴിക്കോട് തന്നെ ഉണ്ടാകാറ്. അന്ന് ഈ നമ്മുടെ ബസ് ചാർജ് വർധനവിനെതിരായിട്ട് അതുപോലെ പ്രീ ഡിഗ്രി ബോർഡിനെതിരായിട്ടൊക്കെ ചില സമരങ്ങളുണ്ടായിരുന്നു. അന്നൊരു വിദ്യാർത്ഥി ഈ ബസ് ചാർജ് വർധനവിനെതിരായിട്ട് വിദ്യാർത്ഥികളുടെ ഒരു യുവജന വിദ്യാർത്ഥി ഒരു ഐക്യവേദി ഉണ്ടാക്കിയിരുന്നു. എല്ലാ സംഘടനകളുണ്ട്, വ്യത്യസ്ത സംഘടനകളുണ്ട്. ആ സമയത്ത് ഈ TP ചന്ദ്രശേഖരൻ ഈ ഐക്യവേദിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബന്ധമുണ്ട്. പിന്നെ വടകരയിൽ നിന്ന് കുറച്ച് അടുത്താണ് TP ചന്ദ്രശേഖരൻ്റെ പിന്നെ വീട്. അതുകൊണ്ട് അദ്ദേഹം പിന്നെ ആ വ്യക്തിബന്ധം പിന്നെ ഏറ്റവും ഒടുവിൽ വരെ ഉണ്ടായിരുന്നു. ഒരു ആദർശ ശുദ്ധിയുള്ള മനുഷ്യനായിരുന്നല്ലേ? ഒരു നല്ല പൊതുപ്രവർത്തകനായിരുന്നു. പക്ഷെ ആദ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായ സമയത്ത് ചില പിന്നെ ഈ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു നമുക്ക് അത്ര ഒരു ഗൗരവത്തെ പറയാനില്ല. പക്ഷെ നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു, എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. ഈ പിണറായിയോട് ഉടക്കി ഇയാൾ CPM വിട്ടുവരുന്ന സാഹചര്യത്തിലൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പാർട്ടിയോട്? സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിൽ പല സ്ഥലത്തും ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മളെന്താണോ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും എന്താണോ കണ്ണൂർ ജില്ലയിൽ അനുഭവിക്കുന്നത് അതേ പിന്നെ സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഒഞ്ചിയം പഞ്ചായത്തിൽ, അതുപോലെ തന്നെ തൊട്ടടുത്ത അഴിയൂർ പഞ്ചായത്തിൽ ഒക്കെ ഉണ്ടായിരുന്നത്. ഒരേ പ്രശ്നം. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ തലശ്ശേരി താലൂക്കിൽ നിന്ന് RSSനും BJPക്കും എതിരായിട്ട് ഈ RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരെ കൊലപ്പെടുത്തി അതേ സംഘമാണ് ഇവിടെ വന്നിട്ടും ഈ തൊട്ടടുത്ത തലശ്ശേരിയിൽ നിന്ന് കുറച്ച് ഒരു പുഴക്ക് ഇപ്പുറത്താണല്ലോ ഈ അഴിയൂരെന്ന് പറഞ്ഞ ഒഞ്ചിയോ എന്നൊക്കെ പറയുന്നത്. ഇവർ കൊട്ടേഷൻ സംഘമാണ്, CPMൻ്റെ കൊട്ടേഷൻ സംഘമാണ്. ആണ്. ആരെയും കൊല്ലും. അതെ. ഇവിടെയാണ് പിടിക്കപ്പെട്ടതെന്ന് മാത്രം. അതെ അതെ അതെ. എന്നിട്ടോ അവർ ജയിലിൽ കിടന്നു. എപ്പോഴും പരോളും. ഇത്തരത്തിലൊരു അനുഭവം, ഒരു കൊലപ്പെടുത്താനുള്ള ശ്രമമോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന നീക്കമോ ഭീഷണി അത്തരം എന്തെങ്കിലും അനുഭവം ഒരുപാടുണ്ട്. ഒന്ന് ഞാൻ പറയാം, ധാരാളം അനുഭവങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഈ ജയകൃഷ്ണനെ പോലീസ് ഒരു ദിവസം അകാരണമായി അറസ്റ്റ് ചെയ്തു. ഒരു പിന്നെ CPM ഒരു അക്രമം നടത്തിയ ഒരു സ്ഥലത്ത് നമ്മുടെ പ്രവർത്തകന്മാരുടെ വീട്ടിൽ പോയതാണ്. പത്തായക്കുന്ന് എന്ന് പറയും, പാനൂരിനടുത്ത്. അതായത് പാട്യം ഗോപാലിൻ്റെ ഒക്കെ സ്ഥലം പാട്യത്തിൽ തൊട്ടടുത്താണ് ഈ പത്തായക്കുന്ന് പറയുന്നത്. പക്ഷേ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞ സ്ഥലമാണ് ഈ പത്തായക്കുന്ന്. മനസ്സിലായി. അവിടെ ചില വീടുകളിൽ പോയി നമ്മൾ പ്രവർത്തകരെ കാണാൻ പോയതാണ്. അവിടെ നിന്ന് ഒരു പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഒരു കാര്യം ജയകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളൊക്കെ അറിയുന്ന ഒരു 7 മണിക്കാണ് അറിയുന്നത് രാത്രി. അപ്പോൾ അന്ന് ഈ ലാൻഡ് ഫോണേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ജയകൃഷ്ണൻ ഉള്ളത് എന്നറിഞ്ഞു. അതിനുശേഷം ജയകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് രാത്രി അവിടെ പോയി കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ. എത്തുമ്പോൾ 8-9 മണിയായി. ആ സമയത്ത് മറ്റ് BJPയുടെയും RSSൻ്റെയും മറ്റ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരും ചുമതലക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി പോലീസ് സ്റ്റേഷനകത്ത്. അന്നൊരു കൊയിലാണ്ടി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു DYSP ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ
അദ്ദേഹത്തോട് സംസാരിച്ചു. ഞങ്ങൾ ജയേഷിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ നല്ല സംസാരമായിരുന്നു. കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കാണണം എന്ന് നിർബന്ധം പിടിച്ചു. അല്ലേ പോയില്ല എന്ന് പറഞ്ഞു. അവസാനം കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഞാനന്ന് സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, യുവമോർച്ചയുടെ വൈസ് പ്രസിഡൻ്റാണ് അയാൾ. അത് ആ സമയത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 11 മണിക്ക് ഇറങ്ങി ഒരു ജീപ്പിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് CPM ശക്തി കേന്ദ്രമായിട്ടുള്ള ഈ പാട്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെ വണ്ടി തടഞ്ഞു നിർത്തി. മുന്നിലും പിന്നിലും മാരകായുധങ്ങളുമായിട്ട് CPMകാർ. അതിൽ ചില ആളുകൾ ഞങ്ങൾക്ക് അറിയാവുന്നവരാണ്. ഏതായാലും മരണം മുന്നിൽ കണ്ടു. കാരണം രക്ഷപ്പെടാൻ പോലും സാധ്യമല്ല. ഇനി മരിച്ചാൽ പോലും ബോഡി കൊണ്ടുപോകാൻ പോലും ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതാനും അവർ എല്ലാ 4 ഭാഗത്തും വാഹനത്തെ 4 ഭാഗത്തും ആയുധധാരികളായിട്ടുള്ള അവരുടെ ആളുകൾ വന്നു. ആക്രമണം എറിയാൻ, അതായത് ബോംബ് ഉപയോഗിച്ച് വാഹനത്തിൽ എറിയാൻ ഞങ്ങൾ കാണുന്നുണ്ട്, കൈ ഉയർത്തുന്നുണ്ട്. ആ സമയത്താണ് ഇതേ DYSP അതിന് തൊട്ടടുത്ത സംഘർഷം നടക്കുന്നു എന്ന വിവരം അറിഞ്ഞിട്ട് രാത്രി വലിയ വാഹന വ്യൂഹമായിട്ട് വരുന്നത്. അപ്പോൾ ഇവരോടി. അങ്ങനെ മരണത്തിൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടൊരു സംഭവമായത്. പിന്നെ അത് വാർത്തയായിട്ടും പിന്നെ പിറ്റേന്ന് വാർത്തയായിട്ടൊക്കെ പിന്നെ വന്നിരുന്നത്. ശരിക്കൊരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാവുമായിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞിങ്ങനെ കൊല്ലപ്പെടുമെന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും പിന്നെ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനം തുടരാൻ? അത് ഒരു ആദർശത്തിൻ്റെ ഒരു പ്രേരണ തന്നെയാണ്. ഇപ്പം ഞാൻ ഒരിക്കലും ഒരു മുഴുവൻ സമയ പ്രവർത്തകനാകും എന്നൊരിക്കലും ഞാൻ ധരിച്ചിരുന്നില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ആശയത്തോട് താല്പര്യമുണ്ട് നിൽക്കുന്നു അത്ര. ആദർശത്തിൻ്റെ ഒരു പ്രേരണ വന്നു. അന്ന് ഞങ്ങൾ ഞാൻ സ്കൂളിൽ നിന്ന് ദീർഘകാല അവധിയെടുത്ത് വന്നു. അതോടൊപ്പം തന്നെ അന്ന് കേരളത്തിലൊരു 10-25ഓളം ആളുകൾ യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് വന്നു. ആദ്യം RSSലായിരുന്നു ചുമതല ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് യുവമോർച്ചയുടെ ചുമതലയിലേക്ക് വന്നു. പിന്നെ BJPയുടെ ചുമതലയിലേക്ക് വന്നു. യുവമോർച്ചയുടെ ചുമതലയുടെ സമയത്ത് ആണ് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായ സമയത്താണ് ഈ ദീർഘകാല അവധിയിൽ പ്രവേശിക്കുന്നത്. ആ സമയത്ത് മുകുന്ദേട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഇതേപോലെ തന്നെ ഒരു 10-20 പേരെയും കൂടി മുഴുവൻ സമയ പ്രവർത്തകരാക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഓരോ ജില്ലയിലും യാത്ര ചെയ്ത് ചില ആളുകളെ കണ്ടു, സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ ഒരു 20ഓളം പ്രവർത്തകന്മാർ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് അന്ന് യുവമോർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി. അതിലുള്ള ആളാണ് നമ്മുടെ MT രമേശ് ഉൾപ്പെടെ. ആ കാലത്ത് മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് വന്നതാണ്. അതിലെല്ലാവരും ഏതാണ്ട് കുറേ ഭൂരിപക്ഷ ആളുകൾ ഇന്ന് BJPയുടെ വ്യത്യസ്ത ചുമതലകളിൽ. ആരൊക്കെയാണ് ഇന്നിപ്പോൾ അറിയപ്പെടുന്നത്? ഒന്നിപ്പം MT രമേശ് തന്നെയാണ്. ബാക്കി ചില ആളുകൾ പ്രാദേശികമായിട്ടുള്ള. ഈ ഭയം ഇത്തരം സാഹചര്യങ്ങളിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ പലരും അന്ന് എന്നോട് ചോദിച്ചിരുന്നു, ഇങ്ങനൊരു സ്ഥിരമായിട്ട് നല്ല വരുമാനമുള്ളൊരു ജോലി എനിക്കാണെങ്കിൽ വലിയ ചിലവൊന്നും അങ്ങനെ ഇല്ല. കാരണം ഞാൻ പുകവലിക്കാറില്ല, ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല, ഒന്നുമില്ല. ആകെ അന്ന് വിവാഹം കഴിച്ചിരുന്നോ? ഇല്ലില്ല, കഴിച്ചിട്ടില്ല. ആ സമയത്ത് വിവാഹം കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നല്ല മോശമില്ലാത്ത അക്കാലത്തിൽ അധ്യാപകൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ മോശമില്ലാത്ത, ഇപ്പോഴും മോശമില്ലാത്ത ശമ്പളമാണ്. അപ്പോൾ എന്തിനു വേണ്ടി ലീവ് എടുക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യം പലതരത്തും പല കോണുകളിൽ നിന്നും എൻ്റെ വീട്ടുകാരെന്നൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ആദർശത്തിൻ്റെ ഒരു പ്രേരണ, സംഘത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രേരണ. അതിനുശേഷം BJP പ്രവർത്തിക്കുന്ന സമയത്ത് എന്നെപ്പോലെ തന്നെ നിരവധി ആളുകൾ, എൻ്റെ മുൻഗാമികളായിട്ടുള്ള, ഇപ്പോൾ മുകുന്ദേട്ടൻ ഉൾപ്പെടെയുള്ള മുൻഗാമികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, മാരാർജിയെ പോലെ ആളുകൾ ഒക്കെ, മാരാർജിയും സ്കൂൾ ജോലി രാജിവെച്ചിട്ട് വന്ന ആളാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല ഞങ്ങളന്ന് എല്ലാ മാസവും ഒരുമിച്ച് മുഴുവൻ സമയ പ്രവർത്തകർ ഒരുമിച്ചിരിക്കും. അതിനുശേഷം വൈകുന്നേരം ഏതെങ്കിലും സംഘത്തിൻ്റെ മുതിർന്ന ഒരു അധികാരി, പ്രചാരകന്മാർ ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ തയ്യാറാകും. അപ്പോൾ അവരുമായിട്ടുള്ള സംസാരം, സംവദിക്കുക, ഇതൊക്കെ അന്നൊരു പതിവായിരുന്നു. പക്ഷേ RSSൻ്റെ ഇത്തരത്തിലുള്ള മുതിർന്ന പ്രചാരകന്മാരുമായിട്ടുള്ള ബന്ധം, അതാണ് കൂടുതൽ ഈ പ്രേരണ. ആ ഒരു പ്രേരണയോട് കൂടിയിട്ടാണ് മുഴുവൻ സമയ പ്രവർത്തനവും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ വെല്ലുവിളികൾ വന്ന സമയത്ത്
ചങ്കുറപ്പോട് കൂടിയിട്ട് അതിനൊക്കെ നേരിടാൻ സാധിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഇത്തരം ഭീഷണിയുടെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ സംഘത്തിൻ്റെ നേതൃത്വം എന്തെങ്കിലും സംരക്ഷണം തരുമായിരുന്നു? സ്വാഭാവികമായിട്ടും കൂടെ നമ്മുടെ പ്രവർത്തകരുണ്ടാവും. സംരക്ഷണം, പ്രത്യേകമായ സംരക്ഷണം ആർക്കും കൊടുക്കാൻ സാധ്യമല്ല. നമ്മുടെ സഹപ്രവർത്തകർ കൂടെ ഉണ്ടാവും. അവരും ഇതുപോലെ തന്നെ. ഞാൻ നേരിട്ട ഭീഷണി മാത്രമല്ല, ആയിരക്കണക്കിന് സ്വയംസേവകന്മാർ, കണ്ണൂർ ജില്ലയിൽ സ്വയംസേവകന്മാർ എന്നേക്കാൾ ബുദ്ധിമുട്ടും എന്നേക്കാൾ വെല്ലുവിളി നേരിട്ടവരും എന്നേക്കാൾ കഷ്ടപ്പാട് സഹിച്ചവരുമുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ ദീർഘകാല അവധി എടുത്തു, ശമ്പളം പോയി, പെൻഷനില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ നഷ്ടം തോന്നിയില്ല. കാരണം എന്നേക്കാൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, ആദർശത്തിന് വേണ്ടി ജീവൻ പോലും സമർപ്പിച്ചവരുടെ നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു വലിയ ത്യാഗമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ചോദിക്കുന്നത്, ഈ ജോലി നഷ്ടപ്പെടുത്തി അന്നിപ്പോൾ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ, അല്ലെ കോൺഗ്രസ്, ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ഭാവി ഉണ്ടാവുക. BJPക്ക് എന്നിട്ട് BJP അതിനുശേഷം പിന്നീട് BJP ഉണ്ടാവുന്നത് പോലും ഈ അത്തരമൊരു നഷ്ടം സഹിച്ചുകൊണ്ട് ജോലി നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിയില്ല, വെറുതെ ഒരു സംഘടനാ ഇത്രമാത്രം ആകർഷണം തോന്നാൻ എന്ത് തരം ആദർശമാണ് ഇത്ര ആകർഷിച്ച ആദർശത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശരിക്കും നമ്മളൊരു എനിക്ക് തോന്നി, എനിക്ക് സംഘത്തിൻ്റെ ശാഖയിലൂടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ആദർശ ബോധം തന്നെയാണ്. കാരണം എന്തെങ്കിലും വൈയക്തികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ, വൈയക്തികമായിട്ടുള്ള ലാഭങ്ങൾ, അതിനുവേണ്ടി ശ്രമിക്കുന്നതിന് പകരം സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ ഒരു പൊതുവായ നന്മ, ഇതിപ്പോൾ ഈ സംഘത്തിൻ്റെ ശാഖയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ സംഘത്തിൻ്റെ പരിശീലനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രേരണയാണ്. എന്താണ് പഠിപ്പിക്കുന്നത് നമ്മളെ? സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രബോധം, രാഷ്ട്രസ്നേഹം, ദേശാഭിമാന ബോധം. ഇപ്പം നമ്മുടെ സംഘത്തിൻ്റെ ശാഖയിൽ അവർ സാധാരണ ഈ പാട്ടുകൾ പാടും, ഗണഗീതം പാടും. അതുപോലെ അന്ന് കഥകൾ പറയാറുണ്ട്. അത് നമ്മുടെ ചരിത്ര പരസ്പരം ഒരുമിച്ചിരുന്ന ഈ ഗണഗീതം പാടും. അതെ, ഗണഗീതം പാടുന്ന മണ്ഡല എന്ന് പറയും, ഈ വട്ടത്തിൽ ഇരിക്കുക. അങ്ങനെ ഒരു സമയത്താണ് കുഞ്ഞുനാളിൽ തന്നെ ഇതുപോലത്തെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ദേശഭക്തി ഗാനങ്ങളാണല്ലേ കൂടുതൽ? ദേശഭക്തി ഗാനങ്ങളേ ഉള്ളൂ, അല്ലാതെ ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ടല്ല. അല്ലല്ല, നല്ല മതമല്ല, പ്രിഫറൻസ് രാഷ്ട്രമാണ്. നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് വളരെ പ്രസക്തമാണ്. അതൊരു RSSൻ്റെ BJPയുടെ ഒരു പ്രത്യേകത തന്നെയാണ്, നേഷൻ ഫസ്റ്റ്. ഒരു ഹിന്ദു അല്ലാത്ത ഒരാൾക്ക് RSS ആകാവും. പിന്നെന്താ, എത്ര ഇപ്പം എൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഒരു BJPയുടെ ചുമതലക്കാരൻ. BJP രാഷ്ട്രീയ പാർട്ടി. RSSന് ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, RSSൻ്റെ ചുമതലയുള്ള എത്രയോ ക്രൈസ്തവ സഹോദരന്മാരുണ്ട്. അതെയോ? ഇപ്പോഴുണ്ട്. BJP രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. RSSലുണ്ട്. RSSൻ്റെ ചുമതലക്കാരായിട്ട് ഒരുപാട് ക്രിസ്ത്യൻ സഹോദരന്മാരുണ്ട്. പക്ഷെ അത് കാണത്തില്ല, ഒറ്റ ഇതേ ഉള്ളൂ, നമ്മുടെ രാഷ്ട്രസ്നേഹം, ദേശാഭിമാന ബോധം, ഇതൊക്കെയാണ് പലരെയും RSSലേക്ക് ആകർഷിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, RSS ഒരു ഹിന്ദു രാഷ്ട്രവാദം ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണല്ലോ. ഹിന്ദു രാഷ്ട്രവാദം ഇതിനെക്കുറിച്ച് അത് വലിയൊരു സബ്ജക്റ്റാണ്. ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് RSSൻ്റെ എല്ലാ ബൗദ്ധിക്കലും, അതായത് അതിനവരുടെ എല്ലാം പറയുന്നത് ഈ ഹിന്ദു എന്നുള്ളതൊരു മതത്തിൻ്റെ സംജ്ഞയല്ല, അതൊരു സംസ്കാരത്തിൻ്റെതാണ്. സുപ്രീം കോടതി പോലും പറയുന്നത് വേ ഓഫ് ലൈഫ്, അതൊരു ജീവിത രീതിയാണ്. അത് സഹസ്രാബ്ദങ്ങൾ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു സംസ്കൃതിയാണ്, പാരമ്പര്യമാണ്. അതിൻ്റെ പേരാണ് ഹിന്ദു എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു രാഷ്ട്രം, അതായത് നമ്മുടെ സ്വത്വം, തനിമ, അസ്മിത, ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അത് ആവിഷ്കരിക്കണം എന്നാണ് സംഘം ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പോൾ എനിക്ക് യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് തന്നെ RSSകാരനായിട്ട് തുടരാം? തീർച്ചയായിട്ടും. കാരണം ഹിന്ദുക്കളിൽ തന്നെ 33 കോടി ദേവതകളുണ്ടല്ലോ. അതിൽ യേശു ക്രിസ്തു ആവാം, നബിയാവാം, അള്ളാഹു ആവാം, ആർക്കും ആവാം. ഇത് ഭാരതത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അതല്ലേ സനാതനധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ മാത്രം പ്രാർത്ഥിക്കുക, ഈ ഒരു വഴിയിലൂടെ പോയാൽ മാത്രമേ അവിടെ എത്തൂ എന്ന ചിന്താഗതി ഇല്ലല്ലോ. ഈ ആകാശാത് പതിതന്തോയം യഥാ ഗച്ഛതി സാഗരം സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. നമ്മുടെ ആകാശത്ത് നിന്ന് വീഴുന്ന വെള്ളം ചെറിയ അരുവികളിലൂടെ, തോടുകളിലൂടെ, പുഴകളിലൂടെ മഹാസമുദ്രങ്ങളിൽ എത്തുന്നത് പോലെ എവിടെ പ്രാർത്ഥിച്ചാലും ഒരേ സ്ഥലത്താണ് എത്തുന്നത്. ഇതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഈ സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി, സത്യം ഒന്നേ ഉള്ളൂ. പക്ഷെ അതിനെ ഈ യഥാർത്ഥത്തിൽ RSS വിശ്വസിക്കുന്ന ഇതിലാണ്, സനാതനധർമ്മത്തിലാണ്, അതിൻ്റെ സംരക്ഷണമാണ്.
അതിനെയാണ് ഈ ഹിന്ദു എന്ന വാക്കുകൊണ്ടും ഹിന്ദുത്വം എന്ന വാക്കുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റുള്ളവരും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മുസ്ലിം വംശഹത്യയാണ് ഈ RSSൻ്റെ അജണ്ട എന്നാണ് പലരും പറയുന്നത്. അത് എതിരാളികളുടെ അടിസ്ഥാനരഹിതമായിട്ട് രാഷ്ട്രീയ ആരോപണം. അതൊക്കെ ഇന്ന് പലതും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് അറബ് രാജ്യങ്ങൾ പോലും സമ്മതിക്കുന്നില്ല. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളാണ് നരേന്ദ്രമോദിജിയെ ഏറ്റവും വലിയ അവർക്ക് സിവിലിയൻ പുരസ്കാരം കൊടുത്ത് ആദരിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഇല്ലാത്ത എന്താ ഈ പ്രയാസം എന്താ ഇവിടുത്തെ ആളുകൾക്കുള്ളത്? നമ്മുടെ ഒരു രീതിയാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നടത്തുന്ന രാഷ്ട്രീയ ആരോപണം മാത്രമേ ഉള്ളൂ. അത് സമൂഹത്തിൽ ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൽ വലിയ മാറ്റമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് പതുക്കെയാണെങ്കിലും മുസ്ലിം സമൂഹത്തിലും ആ മാറ്റം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. PP മുകുന്ദേട്ടനുമായിട്ടുള്ളൊരു അടുപ്പവും ബന്ധമാണെന്ന് തോന്നില്ലേ കൂടുതൽ സജീവമാകാനായിട്ട്? അതെങ്ങനെയാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്ന ബന്ധമാകുന്നത്? അദ്ദേഹത്തിൻ്റെ ആദ്യം ഞങ്ങൾ RSSൻ്റെ കോഴിക്കോട് മേഖല അവിടുത്തെ വിഭാപ്രചാരകമായിരുന്നു മുകുന്ദേട്ടൻ. സംഘർഷ സമയത്തൊക്കെ അദ്ദേഹമായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് മുകുന്ദേട്ടൻ 91 ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടന ഓർഗനൈസേഷൻ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. ആ സമയത്താണ് പിന്നെ കൂടുതൽ ബന്ധങ്ങൾ വന്നത്. അപ്പം യുവമോർച്ചയുടെ ചുമതല വല്ലതും ഉണ്ടോ? ഇല്ല. ആ സമയത്ത് യുവമോർച്ചയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അപ്പോഴും അധ്യാപക ജോലി തുടരുന്നു. അന്ന് ജോലി ഉണ്ടായിരുന്നു. പിന്നീട് 91 പിന്നെ ഇവിടെ 91 മുകുന്ദേട്ടൻ ഓർഗനൈസ് സെക്രട്ടറി ആകുന്നത്. അതിനുശേഷം ഞാൻ മാരാർജി മഞ്ചേശ്വരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ അവിടെ ചുമതലക്കാരനായിട്ട് പോയി. അതിനുശേഷം തിരിച്ചു വന്നു. മാരാർജി സംസ്ഥാന അധ്യക്ഷനായി. അത് കഴിഞ്ഞിട്ടാണ് യുവമോർച്ച സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് മാരാർജിയുടെ കാലത്താണ്. അതോടുകൂടി അവധിയെടുത്ത് പോരേണ്ടി വന്നു. അത് മുകുന്ദേട്ടൻ പറഞ്ഞു എടുത്ത് പോരാൻ പറഞ്ഞു. അതെ. മുകുന്ദേട്ടനായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞു. പിന്നെ എക്കാലം അവസാനം വരെ അദ്ദേഹം അവസാനം വരെ ഈ തിരുവനന്തപുരത്ത് നിംസ് ഹോസ്പിറ്റലായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. ആദ്യം അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അമൃതയിലേക്ക് മാറിയത്. അപ്പോൾ ഇവിടെ നിംസ് ആശുപത്രിയുടെ സമയത്തും അതുപോലെ തന്നെ നമ്മുടെ അമൃതാനന്ദമയി ആശുപത്രിയുടെ സമയത്തും പോയി കാണാറുണ്ടായിരുന്നു. എൻ്റെ മക്കളോട് വലിയ സ്നേഹം. എൻ്റെ മകൾ പഠിച്ചത് അവിടെയായിരുന്നു, ഈ അമൃത ആശുപത്രിയിൽ. മകൾ പോകാറുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ എൻ്റെ ഭാര്യയോടൊക്കെ വളരെ നല്ല ബന്ധമായിരുന്നു. വിളിക്കാനും പറയാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു കുടുംബം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഈ പറയാൻ താല്പര്യമില്ല പറയണ്ട എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ഈ കേരളത്തിലെ BJP അല്ലെങ്കിൽ RSS രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായിരുന്നു PP മുകുന്ദൻ എന്ന മുകുന്ദേട്ടൻ. ഞാനിപ്പോൾ ഈ കാലയളവിലും മുകുന്ദേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആവേശത്തോടുകൂടി എല്ലാവരും പറഞ്ഞ് അങ്ങും പറയുന്നു. മുകുന്ദേട്ടൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ പിന്നെ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അദ്ദേഹം ഒന്നുമല്ലാതായി പോവുകയും എനിക്ക് വന്ന് പിന്നെ BJPയുടെ RSSൻ്റെ ഒക്കെ ചുമതല മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല? സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരും ഒരു നമ്മുടെ ചുമതലകളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും മാറ്റം സ്വാഭാവികമായിട്ട് സംഭവിക്കും. പിന്നെ എല്ലാ കാലത്തും ഒരേപോലെ സജീവത രംഗത്തുണ്ടാകാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സംഘടനാ സെക്രട്ടറി, അദ്ദേഹം സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിരുന്നു BJPയുടെ. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഈ കേരളവും തമിഴ്നാടും കൂടിച്ചേർന്ന ഈ ദക്ഷിണ മേഖലയുടെ സംഘടനാ സെക്രട്ടറിയായി. ആ സമയത്താണ് ഞാൻ BJPയുടെ സംഘടനാ സെക്രട്ടറി ആകുന്നത്. സംഘടനാ സെക്രട്ടറി ഞാൻ BJPയുടെ RSSൻ്റെ പ്രചാരകൻ അല്ലാതിരുന്നിട്ടും സംഘം എന്നെ 2 വർഷം പിന്നെ BJPയുടെ സംഘടന. മാരാർജിയാണോ പ്രസിഡന്റ്? അല്ലല്ല, അന്ന് ശ്രീധരൻപിള്ള സാറാണ് പ്രസിഡന്റ്. അന്ന് സ്വാഭാവികമായിട്ടും മുകുന്ദേട്ടൻ അങ്ങോട്ട് ഈ ദക്ഷിണ മേഖല സംഘടനാ സെക്രട്ടറി ആയിട്ട് മാറിയപ്പോൾ മറ്റൊരു RSS പ്രചാരകനായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അന്ന് സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകൻ സേതുവേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. സേതുവേട്ടൻ്റെ നിശ്ചയപ്രകാരമാണ്, നിർദ്ദേശപ്രകാരമാണ് ഞാൻ സംഘടനാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നത്. സംഘടനാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചതിന് ശേഷമാണ് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആകുന്നത്. അപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു എപ്പോഴാണ്? ഈ സംഘടനാ സെക്രട്ടറി അതിന് മുമ്പാണോ? അതെ, സംഘടനാ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, തുടർന്ന് സംഘടനാ സെക്രട്ടറി, പിന്നെ സംസ്ഥാന പ്രസിഡന്റ്. ശ്രീധരൻപിള്ള സാറിന് ശേഷമാണ് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത്. എത്ര 3 വർഷം ഉണ്ടായിരുന്നല്ലേ? 3 വർഷം, 2006 മുതൽ 2009 വരെ. പിന്നെ ദേശീയ സെക്രട്ടറിയായി. പിന്നെ അതിനുശേഷം ദേശീയ സെക്രട്ടറിയായി. പിന്നീട് 8 വർഷം
2014 മുതൽ 2022 വരെ തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ പ്രഭാരിയായി പ്രവർത്തിച്ചു. 2022 തീയതി 2022 വരെ. അവിടെ BJPക്ക് ആ സമയത്തൊന്നും വളർച്ച ഉണ്ടായത്? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്, സെക്കന്ദരാബാദ്. അത് ബണ്ടാരു ദത്താത്രേയജി എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ ജയിച്ചത്, TDPൻ്റെ സഹായത്തോടു കൂടിയിട്ട്. പക്ഷേ ദേശീയ പ്രസിഡന്റ് ആയില്ലേ? അല്ല, ആരെ? ദത്താത്രേയ? ഇല്ലില്ല, അദ്ദേഹം ഗവർണറായിരുന്നു നമ്മുടെ ഹിമാചൽ പ്രദേശിൽ, പിന്നെ ഹരിയാനയിലുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഒരു MP അന്ന്, അതും TDPയുടെ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. പക്ഷേ 2019 അത് 4 സ്ഥലത്തേക്ക് TDPയുടെ സഹായം ഇല്ലാതെ 4 MP-മാരുള്ള പാർട്ടിയായിട്ട് മാറി. പിന്നീട് 2022 ഹൈദരാബാദ് കോർപ്പറേഷൻ ഇലക്ഷൻ നടന്നു. നേരത്തെ 4 പേരായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. 2022 ഇലക്ഷനിൽ ഏതാണ്ട് 43 കോർപ്പറേറ്റർമാരവിടെ ഉണ്ടായി. ഭരണമായോ? ഇല്ല, ഭരണമില്ല. TRS തന്നെയാണ് ഭരിച്ചത്. പക്ഷേ 3-ൽ നിന്നൊരു 42-ലേക്ക് തെലങ്കാന വലിയ പാർട്ടിയായി മാറി. അവിടെ 9ഓളം അല്ല 8 പേര് വിജയിച്ചു. MLA-മാർ അല്ല MP-മാർ 8 MP-മാർ. 4 MP-മാരായിരുന്നു 2019. 1-ൽ നിന്ന് 4-ലേക്ക് പോയി. 24 ഇപ്പം 8ആയി. 17 ആകെ ഉള്ളത്. 1 OIC പോയി, 8 കോൺഗ്രസ്, 8 BJP, 8 കോൺഗ്രസ്, 8 OIC 1. തെലങ്കാന അവർ TRS പോയി. TRS പൂർണ്ണമായും അവിടെ തകർന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും അവിടെ BJP വലിയ പാർട്ടിയാണ്. ഇപ്പം തെലങ്കാന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കോൺഗ്രസ് വേഴ്സസ് BJP ആയി മാറി. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ പറ്റുന്ന സാഹചര്യം സ്വാഭാവികമായിട്ടും. കാരണം തെലങ്കാനയുടെ പ്രത്യേകത BJPക്ക് RSSനും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തകരുള്ള ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് പാർട്ടിയുടെ ചുമതലയുള്ളത്? ഇടയ്ക്ക് റെയിൽവേയുടെ അതെ, ഞാൻ റെയിൽവേ ബോർഡിൻ്റെ കീഴിലുള്ള പാസഞ്ചേഴ്സ് എമിനിറ്റീസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഗവൺമെൻറ് ബോഡിയാണോ? ഗവൺമെൻറ് ബോഡിയാണ്. രാഷ്ട്രപതിയാണത് നിശ്ചയിക്കുന്നത്. ഇതൊരു എന്താണ് ഇത്? അതെ, ആ ബോഡി അതായത് നമ്മുടെ യാത്രക്കാരുടെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തീവണ്ടിയിലും അത് ഉറപ്പുവരുത്തുക. അതിനൊരു ബോർഡാണോ ഇത്? അതിനൊരു ആദ്യത്തെ 4 വർഷം ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 വർഷം 14 പേരായിരുന്നു മെമ്പർമാരായിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ടേമിൽ 24 മെമ്പർമാരുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ അതിൻ്റെ ചെയർമാനായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഇൻസ്പെക്ട് ചെയ്യുക, ഈ യാത്രക്കാരുടെ സൗകര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഇല്ലെങ്കിൽ അത് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക, ശുപാർശ ചെയ്യുകയാണോ? ശുപാർശ ചെയ്യുക, അതായത് റെയിൽവേക്ക് അയക്കുന്നു, റെയിൽവേ ബോർഡിന് അയക്കുന്നു. റെയിൽവേ ബോർഡ് അങ്ങനെ ഒന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ട്രെയിൻ അത് നിങ്ങളുടെ ലീഗൽ റൈറ്റാണ്. അതെ, നിങ്ങൾ അവിടെ ചെന്നാൽ അതിന് സൗകര്യം ഒരുക്കി തരണം. എല്ലാവരും വരണം. അതായത് ഇപ്പോൾ ഒരു റെയിൽവേയുടെ PACയുടെ ചെയർമാൻ ഇൻസ്പെക്ഷനുമായി വരുമ്പോൾ ADRM ഉൾപ്പെടെ താഴോട്ട്, DRM അല്ല, ADRM ഉൾപ്പെടെ താഴോട്ടുള്ള എല്ലാ ഡിവിഷൻ ഹെഡും ഉണ്ടാവണം. അത് ഓപ്പറേഷൻ ആയാലും തിരക്കേടില്ല, കൊമേഴ്ഷ്യൽ ആയാലും തിരക്കേടില്ല, എഞ്ചിനീയറിംഗ് വിഭാഗമായാലും തിരക്കേടില്ല, എല്ലാവരും ഉണ്ടാകണം. അപ്പോൾ ഓരോ വിഷയം വരുമ്പം, പോരായ്മ വരുമ്പം അതിൻ്റെ ആൾ വന്നിട്ട് പറയണം എന്തുകൊണ്ടില്ല, അല്ലെങ്കിൽ ഇന്നേ ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കണം എന്ന രീതിയിൽ അവർക്ക് അഡ്വൈസ് ചെയ്യും. എന്ത് മാറ്റം അങ്ങേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു റെയിൽവേ? സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഒരു കമ്മിറ്റിയുടെ മാറ്റം മാത്രമല്ല, ഒന്ന് നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായ ഒരു നിർദ്ദേശം, നിങ്ങൾ സ്വച്ഛ് റെയിൽ ഇത് യാഥാർത്ഥ്യമാക്കണമെന്നായിരുന്നു. അത് ഈ കമ്മിറ്റിയുടെ ചുമതലയാണ് എന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ ഞങ്ങളുടെ നോമിനേറ്റ് ചെയ്ത സമയത്ത് പ്രധാനമന്ത്രിയുടെ അടുത്ത് ഞാൻ കാണാൻ പോയത്. ആ കാണാൻ പോയ സമയത്ത് ഞങ്ങളുടെ ചുമതല എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചു തന്നു. അതാണ് മോദിജിയുടെ പ്രത്യേകത. ഇത് വളരെ ഞങ്ങളെ കമ്മിറ്റി അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രി വളരെ ഇറലവൻ്റാണ്. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ ചുമതല അദ്ദേഹം നിർദ്ദേശിച്ചു. അതിന് ശേഷം ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലെ ഇൻസ്പെക്ഷൻ ഏതാണ് ഞാൻ ഇന്ത്യയിലെ ഒരു 800-ൽ പരം റെയിൽവേ സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ നടത്തി. ഇതിലെ ഒരു വലിയ മാറ്റം എനിക്ക് തോന്നുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ക്ലീനാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇത്തരത്തിൽ ചില ഇടപെടലുകളും അതോടൊപ്പം തന്നെ നമ്മുടെ മിനിസ്ട്രിയുടെ റെയിൽവേ മന്ത്രി അത് അശ്വിനി വൈഷ്ണവ്ജി, അതുപോലെ തന്നെ മോദിജിയുടെ ഒരു നിർദ്ദേശം, എന്താണ് മോദി ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കാൻ കഴിവ് ഈ അശ്വിനി വൈഷ്ണവ്ജി എന്ന് പറഞ്ഞ ആൾക്കുണ്ട്. സർക്കാരിൻ്റെ വാഹനം എല്ലാ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 100% ശുചിത്വം പാലിക്കുന്നത് നോക്കിയാൽ അറിയാം.
ട്രെയിനും ഏതാണ്ട് ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും റെയിൽവേ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു. ഇന്ന് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇന്ന് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്നൊരു ഒരു അന്നദാനം അവിടെയാണ് ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക്. അപ്പോൾ ഞാനൊരു ലോക്കോ പൈലറ്റിനെ പരിചയപ്പെട്ടു. അപ്പോൾ ഈ ലോക്കോ പൈലറ്റ് പരിചയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ആരെ കണ്ടാലും എൻ്റെ അടുത്ത് പലരും പല നിർദ്ദേശം. അപ്പോൾ ഈ ലോക്കോ പൈലറ്റ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ റെയിൽവേയുടെ ടൈമിംഗ് ഉണ്ടല്ലോ, ഈ ടൈമിംഗ് വാസ്തവത്തിൽ ഇത്രയും സമയമൊന്നും വേണ്ട. അതായത് ഇപ്പോൾ എറണാകുളത്തു നിന്ന് 5 മണിക്കൂറൊക്കെ എടുത്താണ് പല ട്രെയിനും വരുന്നത്. ശരിക്കും പറഞ്ഞ് 3 മണിക്കൂർ കൊണ്ട് വരാം, 3.5 മണിക്കൂർ വരാം. ഇത് പലപ്പോഴും പല കാരണങ്ങളാൽ, അതായത് എന്തോ ഒരു ശാസ്ത്രീയമായ പഠനം നടത്താതെയാണ് ഈ ടൈം ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈം ടേബിളിൻ്റെ മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നോട് പറഞ്ഞത് ഒരു ട്രെയിൻ 5 മിനിറ്റ് കൂട്ടും, അടുത്ത ട്രെയിൻ 5 മിനിറ്റ് കുറയ്ക്കും, ഇത്തരത്തിലുള്ള പരിപാടി അല്ലാതെ അതുപോലെ തന്നെ അഡീഷണൽ ടൈം ഇടും, അഥവാ ഡിലേ ആയാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ ഈ ഡബിൾ ലൈനായി അത്തരത്തിൽ വേണമെങ്കിൽ ഒരുപാട് ഈ അതിലും അത്തരം ഈ ടൈമിങ്ങിൻ്റെ കാര്യം ഒന്ന് പഠിച്ചാൽ. കാരണം അതേ എന്നോട് പറഞ്ഞൊരു കാര്യം, വന്ദേ ഭാരതിന് 110 കിലോമീറ്റർ, സൂപ്പർ ഫാസ്റ്റിന് 110 കിലോമീറ്റർ, വന്ദേ ഭാരത് കൃത്യമായിട്ട് ഓടുന്നത് കൊണ്ട് സമയം കുറയും, ഇത്രയുള്ളൂ. അതൊന്ന് പഠിച്ചിട്ടേ ഒരുപക്ഷെ നമ്മുടെ റെയിൽവേ ടൈമിംഗ് കുറച്ചുകൂടി ലാഭിക്കാൻ പറ്റുമായിരിക്കും. ശരിയായ വസ്തുതയാണ്. ആ ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ നിരവധി ട്രെയിനുകൾക്ക് ഇതുപോലെ പരാതി നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചുമതല ഉള്ള സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പല തീവണ്ടികളുടെയും സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോഴും ചില തീവണ്ടികളുടെ സമയത്തിൽ ഈ അപാകത ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പോഴും അതിന് ഇപ്പം നിങ്ങളെ നിർദ്ദേശം, ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ചില റെയിൽവേ മന്ത്രിയുമായിട്ട് ഈ കഴിഞ്ഞ ദിവസവും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ച് ശാസ്ത്രീയ പഠനം നടത്തി ടൈം ടേബിൾ കമ്മിറ്റികളുടെ മുമ്പാകെ ഈ വിഷയം അവതരിപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികം എനിക്ക് തോന്നുന്നു ഒരടുത്ത 2-3 മാസക്കാലത്തിനുള്ളിൽ നമ്മുടെ ഇത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കാൻ സാധിക്കുന്ന തോന്നുന്നു. കുറേ തീവണ്ടികളുടെ ഈ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഇതുപോലെ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇവർ ചുമ്മാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പഠനം നടത്തിയല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതൊന്നും പിന്നെ ഇനി എല്ലാം നമുക്ക് കേരളത്തിൽ നല്ല വേഗതയിലോടുന്ന തീവണ്ടികളുണ്ടാവും സ്വാഭാവികമായിട്ടും. എന്താ അറിയോ, ഒന്ന് നമുക്ക് ലാഭകരമാണ് ഈ ഡിവിഷൻ. എല്ലാം പൊതുവേ ഇന്ത്യയിൽ ഒരു കാര്യം, പ്രത്യേകിച്ച് അങ്ങേക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ്, എന്താ അറിയോ, അഴിമതി. ഈ ഒരു അഴിമതി ഇല്ലാതായാൽ എങ്ങനെയാണ് വികസനം ഉണ്ടാകുക എന്നുള്ളതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് റെയിൽവേ. അല്ല, എനിക്ക് ഈ സംഘിപ്പേര് കിട്ടിയതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ മോദി സർക്കാരിൻ്റെ ഇത്തരം സ്ട്രോങ് ഡിസിഷൻസിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ്. എനിക്ക് നേരിട്ട് അനുഭവമാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഒറ്റ കാര്യം പറയാം. പണ്ട് ഈ പാർക്കിങ്ങിന് 25,000, 35,000, 40,000 ഒരേ കുടുംബം, ഒരേ ആളുകൾ, ബന്ധുക്കൾ ഒക്കെ ആണ് വിളിച്ചെടുക്കാറ്. ഇത്രയും റെയിൽവേ കിട്ടും. പക്ഷെ ഇപ്പം കിട്ടുന്നത് 60 ലക്ഷം, 70 ലക്ഷം, 80 ലക്ഷം ഒരു സ്റ്റേഷനാണ് മനസ്സിലാക്കണം, പാർക്കിങ്ങിൽ മാത്രം. ഇതിൽ സ്റ്റാൾ അനുവദിക്കുന്നതിൽ, റെസ്റ്റോറൻറ്റ് അനുവദിക്കുന്നതിൽ, ഇതെല്ലാം പാൻട്രി സർവീസ് അനുവദിക്കുന്നതിൽ, ഇതെല്ലാം തന്നെ അഴിമതി മുക്താണ്. ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ ഓൺലൈനിലാണ് എല്ലാം. ആർക്കും ഇപ്പം ഈവൻ പ്രധാനമന്ത്രിക്ക് പോലും ഒരു കൈക്കൂലി വാങ്ങിയിട്ട് ഒരാൾക്ക് അങ്ങേക്ക് ഒരു ക്യാൻറ്റീൻ തരാൻ സാധ്യതയില്ല. എല്ലാ സോഴ്സുകളും, അഴിമതിക്കുള്ള എല്ലാ സോഴ്സുകളും അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കൂ, വലിയ ചാർജൊന്നും വർദ്ധിപ്പിക്കാതെ കോടികളല്ലേ ഇപ്പം വികസനത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. ഇപ്പം കേരളത്തിൽ നമുക്ക് കഴിഞ്ഞ ഈ ഒരു വർഷം 3,800 കോടിയാണ് കേരളത്തിലെ ഈ റെയിൽവേ വികസനത്തിന് വേണ്ടി ചിലവഴിച്ചത്. ഇപ്പം ഞാൻ ചെയർമാനായ സമയത്ത് തന്നെ ആണ് ഏതാണ്ട് 35 റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കാൻ തീരുമാനിച്ചത്, റീഡെവലപ്മെൻറ്റ്. അതിൽ തിരുവനന്തപുരവും വർക്കലയും കൊല്ലവും ചെങ്ങന്നൂരും എറണാകുളം സൗത്ത്, നോർത്ത്, തൃശ്ശൂർ, കോഴിക്കോട്, ഇത് എയർപോർട്ടിന് സമാനമാണ്. ബാക്കി മുഴുവൻ ഒരു 20 കോടി മുതൽ 55 കോടി വരെ ഈ ഡെവലപ്മെൻറ്റിന് ചിലവഴിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം ഏതാണ്ട് അതിൻ്റെ പല റെയിൽവേ സ്റ്റേഷനിലുണ്ട് പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ റെയിൽവേയുടെ പോലെ തന്നെ മറ്റേതെങ്കിലും ചെറുതല്ല ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല? ഇല്ലില്ല, പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ഈ വളവുള്ള ഈ റെയിൽവേ ട്രാക്കിൻ്റെ വളവാണ് നമ്മുടെ ഈ വേഗതയ്ക്ക് കുറവ് വരുന്നത്. അതിപ്പോൾ ലിഡാർ സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേക്ക് ശേഷം ബോർഡിൻ്റെ മുമ്പിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് പാസ്സായി വന്നാൽ കുറച്ച് ഭൂമി നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഈ റെയിൽവേ ട്രാക്കിൻ്റെ വളവ് നിവർത്താൽ നമ്മുടെ സിഗ്നൽ സിസ്റ്റം മോഡേണൈസ് ചെയ്താൽ എല്ലാ തീവണ്ടികളും, എക്സ്പ്രസ് തീവണ്ടികളും മുഴുവൻ 130 കിലോമീറ്റർ വേഗതയിലും, നമ്മുടെ വന്ദേ ഭാരത് 160 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാൻ സാധിക്കും. പിന്നെ മംഗലാപുരം ടു ഷൊർണൂർ 4 വരിപ്പാത അതിൻ്റെ പ്രപ്പോസൽ ശരിയായിട്ടുണ്ട്. ഷൊർണൂർ ടു എറണാകുളം 3 വരിപ്പാത, അതേപോലെ എറണാകുളം ടു ട്രിവാൻഡ്രം ടു കന്യാകുമാരി 3 വരിപ്പാതയാണ്.
BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങ് എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? എന്താണ് അങ്ങേക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു അങ്ങയുടെ പ്രവർത്തന കാലയളവിലെ? എനിക്ക് ഓർക്കാനുള്ളത്, ഒന്ന് ഈ BJPയുടെ അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്ന ബൂത്ത് കമ്മിറ്റി. അതെ, ഇതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചാരിതാർത്ഥ്യം തോന്നുന്നത്. എല്ലാ ബൂത്തിലും കമ്മിറ്റി ഉണ്ടാക്കിയെന്നല്ല, പക്ഷേ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ബൂത്ത് എന്ന കൺസെപ്റ്റ്, ആ ബൂത്ത് കമ്മിറ്റി, അതിൻ്റെ ഈ സക്രിയത, സജീവത, അതുണ്ടാക്കാൻ വളരെയധികം പരിശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് പിന്നെ ഈ ഭാരതീയ ജനതാ പാർട്ടിക്കും അതിനു മുമ്പുള്ള ജനസംഘത്തിനും ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനം ഏകാത്മ മാനവവാദം എന്നുള്ളൊരു പ്രത്യയ ശാസ്ത്രം സംഭാവന ചെയ്തിട്ടുള്ള, അങ്ങേക്ക് അറിയായിരിക്കും, ദീനദയാൽ ഉപാധ്യായയുടെ ബലിദാന ദിനമായിട്ട് ഫെബ്രുവരി 1 ഞങ്ങൾ എല്ലാ ബൂത്ത് അടിസ്ഥാനത്തിലും സമർപ്പണ നിധി എന്നൊരു ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിന് മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത്, ആ കാലയളവിൽ ഒന്നുകൂടി ഈ ബൂത്ത് അടിസ്ഥാനത്തിൽ ഈ സമർപ്പണ നിധിയും സമർപ്പണ ദിനവും ആചരിക്കാനും എല്ലാ പ്രവർത്തകരും അതിൽ പങ്കെടുത്ത് അവരവർക്ക് കഴിയാവുന്ന രീതിയിൽ അവരുടെ സമ്പത്തിൻ്റെ ഒരു ചെറിയ അംശം പാർട്ടിക്ക് വേണ്ടി കൊടുക്കുക, സമർപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി ഏതാണ്ട് നല്ല രീതിയിൽ എല്ലാ ജില്ലകളിലും നടത്താൻ സാധിച്ചിട്ടുണ്ട്. അന്ന് അതിലൂടെ കിട്ടിയിരിക്കുന്ന ഒരു സാമ്പത്തിക സമാഹരണം, അത് സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും മണ്ഡലങ്ങളുടെയും ഒക്കെ ഒരു സാമ്പത്തികമായ പരാധീന ചെറിയ അളവിലെങ്കിലും തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഈ അടിസ്ഥാനപരമായ പ്രവർത്തനത്തെ ഒരു ശക്തിപ്പെടുത്താനും അതിൽ ഊന്നൽ കൊടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിക്കാനുള്ളത്. മാത്രമല്ല, കുറേ മുഴുവൻ സമയ പ്രവർത്തകർ, അതുപോലെ തന്നെ മുകുന്ദേട്ടൻ വളർത്തിക്കൊണ്ടുവന്നൊരു 2ാം നിരയുണ്ടായിരുന്നു. ആ 2ാം നിരയാണ് ഞാൻ പ്രസിഡൻ്റായ സമയത്ത് ചുമതലയിൽ വന്നത്. അതായത് 44ാമത്തെ വയസ്സിലാണ് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റാകുന്നത്. അതിന് മുമ്പുള്ളവർ ഒരു സീനിയറായിട്ട് ആളുകളായിരുന്നു, ഗുരുതുല്യരായ ആളുകളായിരുന്നു എന്നെ സംബന്ധിച്ചവർ. പക്ഷേ ഒരു പുതിയ തലമുറ നമ്മുടെ ചുമതലയിലേക്ക് വന്നു. ആ ചുമതലയിൽ വന്ന എല്ലാവരും, അതുപോലെ അന്ന് യുവമോർച്ചയിലൂടെ വന്നവരും എല്ലാം ഇപ്പോഴും BJPയുടെ എല്ലാ മേഖലയിലുണ്ട്. ഇതൊരു സംതൃപ്തി നമുക്കുണ്ട്, മറ്റൊന്നുമില്ല. ഈ ഇത്രയധികം സജീവമായിരുന്ന അങ്ങ് ഈ ഉന്നത പദവികളിലെത്തിയത് പിന്നീട് ഇപ്പം അങ്ങ് അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടോ? ഒന്നുമില്ല, സംഘടന ഒരു അവഗണിക്കലുമില്ല. സജീവമായിട്ട് ഞാൻ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം മാധ്യമങ്ങൾ പറയുന്ന ഈ മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഉണ്ട്, അതിലൊക്കെ എന്തെങ്കിലും കഥയുണ്ടോ? ഒരർത്ഥമില്ല. ഇതിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയുക, BJPയിൽ ഈ പക്ഷങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ഇതൊക്കെ ഞാൻ നേരെ സൂചിപ്പിച്ചൊരു ആദർശത്തിൻ്റെ പ്രേരണയാൽ വരുന്ന പ്രവർത്തകരും അതിലൂടെ വളർന്നു വരുന്ന ഈ നേതാക്കളൊക്കെയാണ്. അഭിപ്രായങ്ങളുണ്ടാവാം, അത് കറക്റ്റാണ്, അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ അത് പറയേണ്ട വേദിയിൽ പറഞ്ഞ് പിന്നെ ഒരൊറ്റ തീരുമാനത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് BJPയിലുള്ളത്. ഇതൊക്കെ ഒരു മാധ്യമങ്ങൾ എല്ലാ പാർട്ടിയിലും, CPMൽ ഗ്രൂപ്പുണ്ട്, കോൺഗ്രസ്സിൽ ഗ്രൂപ്പ്, എന്നാൽ പിന്നെ BJPയിൽ ഇരിക്കട്ടെ. ഇപ്പോൾ ഞാൻ പിന്നെ സംസ്ഥാന പ്രസിഡൻ്റായ സമയത്ത് എൻ്റെ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു മുരളിയേട്ടൻ. ഞാൻ മുരളിയേട്ടൻ എന്നാണ് വിളിക്കാറ്. ഒരു ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഇനി മുരളിയേട്ടൻ സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പക്ഷം എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. അത് BJPയിൽ നടക്കില്ല. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി, BJPയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആളുകളിൽ ഒരാളായി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നേരത്തെ തന്നെ അഖിലേന്ത്യാ ചുമതല വഹിച്ചിരുന്നു. ABVP അദ്ദേഹത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എല്ലാ സംസ്ഥാനത്തും അദ്ദേഹം യാത്ര ചെയ്തിട്ട് നല്ല പരിചയവും പരിശീലനവും അദ്ദേഹത്തിന് ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പ്രസിഡൻ്റായ സമയത്ത് ഞങ്ങൾ ടീമിലുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ഒരു ടീമായിട്ടാണ് പ്രവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യത അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകും. ഒന്ന്, ഈ പരമ്പരാഗത മുന്നണികളുണ്ടല്ലോ, LDF UDF, ഇത് ശിഥിലമാകാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പായത്. ഇതിനുശേഷം നിങ്ങൾ ഇപ്പോൾ കാണുന്ന LDF UDFും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്നില്ല. ഘടകകക്ഷികൾ മാറും, കോൺഗ്രസ്സിനെ ലീഗ് വിഴുങ്ങും, അതുപോലെ തന്നെ അന്തഛിദ്രങ്ങൾ LDFിലുണ്ടാകും. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണികളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ സംസ്ഥാനം എല്ലാ അർത്ഥത്തിലും തകർന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല, ഉറപ്പാണ്. മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ യുവത ഒരു ക്രിയേറ്റീവ് ഒരു രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ്.
ഒരു ക്രിയാത്മകമായ രാഷ്ട്രീയം അവരാഗ്രഹിക്കുന്നത്. അവർ കാണുന്നുണ്ട് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന വികാസം, മോദിജിയുടെ ഭരണത്തിലുണ്ടായ വികസനവും ജനക്ഷേമവും, ലോകത്തെല്ലായിടത്തും നടക്കുന്ന വികസനത്തെക്കുറിച്ച് അവർക്ക് ബോധവാന്മാരാണ്. അവിടെ കേരളത്തിൽ ഇവർക്കൊരു വികസനം ഉണ്ടാകണം, ജനക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഭരണം ഉണ്ടാകണം. കേരളത്തിൽ ബഹുഭൂരിപക്ഷം യുവാക്കന്മാരും സാധാരണക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് LDFനെയും UDFനെയും അവർ തള്ളുന്നു എങ്കിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനം കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദിജിയുടെ ഭരണത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ BJP NDAയും നെഞ്ചോട് ചേർക്കാൻ തയ്യാറാകും എന്ന കാര്യം യാതൊരു സംശയവുമില്ല. മാറാത്തത് മാറും എന്നുള്ളത് കേവലം മുദ്രാവാക്യമല്ല, അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതായിരിക്കും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രസക്തി, പ്രാധാന്യം. ഒന്ന്, ഇതുവരെ നിയമസഭയ്ക്ക് പുറത്ത് BJP നിർണായകമായ ശക്തിയായിരുന്നു, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇനി നിയമസഭക്കകത്തും നിർണായകമായ ശക്തിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഈ അടുത്ത ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വേദിയായി മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 10 വർഷം ഈ നാട് ഭരിച്ച് മുടിപ്പിച്ച് നശിപ്പിച്ച പിണറായി വിജയൻ തന്നെ വന്നാലും കുഴപ്പമില്ല, UDFനേക്കാൾ ഭേദമാണ് എന്നൊരു പ്രചരണം BJPയുടെ ലൈൻ അങ്ങനെയാണ് എന്നാണ് സോഷ്യൽ മീഡിയ കേൾക്കുന്നത്. ഒന്നുമില്ല. ഈ ഇതുപോലത്തെ ഒരു ദുർഭരണം, ഈ അധികാര തുടർച്ച എന്നുള്ളത്, അധികാര തുടർച്ച അതൊരു ദുർഭരണമായിട്ട് മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും മേഖലയിൽ ഈ 10 വർഷക്കാലം ഒരു മേഖലയിലും കേരളത്തിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, സാമ്പത്തിക രംഗം, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഏതെങ്കിലും മേഖലയിൽ ഞങ്ങൾ ഒരടി മുന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയുമോ? ഇതുപോലെ കേരളം തകർത്തൊരു ഭരണം, വികസനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അഴിമതിയോ. ഒറ്റ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുക. ഇപ്പോൾ ശബരിമലയിൽ അവിടെ അത് കട്ടിലപ്പാളിയായാലും തിരക്കേടില്ല, ദ്വാരപാലക ശില്പത്തിൽ ഉള്ള സ്വർണ്ണമായാലും തിരക്കേടില്ല, കൊടിമരത്തിൻ്റെ സ്വർണ്ണമായാലും എത്രയോ കിലോഗ്രാം സ്വർണ്ണമാണ് കടത്തിക്കൊണ്ടുപോയത്, മോഷ്ടിച്ചത്. പക്ഷെ അതിനപ്പുറം നോക്കൂ, അവിടെ ഒരു ഉഡായിപ്പ് സമ്മേളനം നടത്തി പമ്പയിൽ. ആകെ 600 പേരാണ് പങ്കെടുത്തത്. 600 പേര് പങ്കെടുത്ത ആ സമ്മേളനത്തിനാണ് ഏതാണ്ട് 8 കോടിയാന്ന് പറയുന്നു, 11 കോടിയാന്ന് പറയുന്നു, പിന്നെ 9 കോടിയാന്ന് പറയുന്നു. ഇതുവരെ 6 മാസമായിട്ട് കണക്ക് പോലും അവതരിപ്പിച്ചിട്ടില്ല. ഇത് ഒരു ഉഡായിപ്പ് പരിപാടി, അതിനുവേണ്ടി ആ പരിപാടി തന്നെ ഒരു അഴിമതിയാണ്. ആ അഴിമതിയിൽ വീണ്ടും അഴിമതി. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. 6 മാസം ആ പരിപാടി നടന്നത് അങ്ങേക്ക് ഓർമ്മയുണ്ടാവില്ല, സെപ്റ്റംബർ 20. എത്ര മാസമായി? ഈ ഒരു ദിവസം നടന്ന ഒരു പരിപാടിയുടെ കണക്ക്, വരവ് ചെലവ് കണക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. കോടതി പറഞ്ഞപ്പോൾ വീണ്ടും 3 ആഴ്ച വേണമെന്നാണ് പറയുന്നത്. ഇതുപോലെ അഴിമതി കൊടികുത്തി വേണ കാലഘട്ടം വേറെ ഏതാ? അതുകൊണ്ട് ഈ ഗവൺമെൻറ് മാറണം എന്നുള്ളത് തന്നെ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല എന്ന് മാത്രമല്ല, ഇതെനി തുടർച്ച എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും തകർച്ചയായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, അതിന് ബദലല്ല UDF. അതിന് ബദലല്ല UDF. LDF UDF എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇതിന് ഈ 2 പേരുടെയും അഴിമതിയിലും വികസന വിരുദ്ധതയിലും എല്ലാം ജനങ്ങൾ മടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു ബദൽ എന്നുള്ളതിനേക്കാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ആ ബദലാണ് മോദിയുടെ വികസനവും മോദിജിയുടെ ജനക്ഷേമവും. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പല സംഘപരിവാർ പ്രൊഫൈലുകളിലും BJP അധികാരത്തിൽ വരാൻ സാധ്യതയില്ലെങ്കിൽ CPM തുടരട്ടെ എന്നൊരു ലൈൻ ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഒരിക്കലും ഞങ്ങൾ എന്തിന് CPM-ആയിട്ട് അഡ്ജസ്റ്റ് ഉണ്ടാക്കണം? ഞങ്ങൾക്ക് ഒന്ന് ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ പൊളിറ്റിക്സിൽ. ഞാൻ ചോദിക്കട്ടെ, പാർലമെൻറ്റ് ഞങ്ങൾക്ക് അവിടെയാണല്ലോ വേണ്ടത്. പാർലമെൻറ്റിൽ ഇവരുടെ ഈ 4 സീറ്റ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കാര്യമാണ്? മാത്രമല്ല ഇവർ തകർന്നെടുത്ത് ആരാ വന്നത്? ഞങ്ങളത്. ത്രിപുരയിൽ CPM തകർന്നു, വന്നത് BJP-യാണ്. ബംഗാളിൽ CPM തകർന്നു, മമത വന്നിട്ടുണ്ടാവും, BJP ഉണ്ടാവും. ഇവിടെയും അവിടെയും ഒരു ബംഗാളിലെയും ത്രിപുരയിലെയും പൊളിറ്റിക്സ് നമുക്കൊരു കേരളത്തിൻ്റെ ഒരു മാതൃകയാണ്. ഇവിടെ ഈ രണ്ട് സംസ്ഥാനങ്ങളും കോൺഗ്രസും CPM മാറി മാറി ഭരിച്ചതാണല്ലോ. അവിടെ നിന്ന് രണ്ടും ഇല്ലാതായി. കേരളത്തിലും സംഭവിക്കാൻ പോകുന്ന അതുതന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഒരു MLA ഇല്ലാണെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കാൻ പോകുന്നു. ത്രിപുരയിൽ ഒരു MLA ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ അറിയാമല്ലോ, 4% വോട്ടിലാണ്. ഇവിടെ ഇപ്പോൾ 20% വോട്ടുണ്ട്.
ഇരുപത്ത് ഈ 29% മുതൽ 45% വോട്ട് കിട്ടിയിട്ട് 55 മണ്ഡലങ്ങളുണ്ട് ഈ കേരളത്തിൽ. മനസ്സിലാവും. ആ അപ്പോൾ ഇനി കോൺഗ്രസിന് CPM-ന് ഒരു ഭാവിയുമില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല. അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പരിചയമൊന്നും ഇല്ലാതെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കേരളത്തിലെ BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ അങ്ങ് കാണുന്നു? ശരി വലിയ മുന്നേറ്റമാണ് ഈ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതിൽ രാജീവ് ചന്ദ്രശേഖർ അത് നല്ല പ്രൊഫഷണലാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ട്രാറ്റജി, അതുപോലെ ഓർഗനൈസേഷൻ സംവിധാനം, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ അത് പെട്ടെന്നുണ്ടായത് ഇപ്പം BJPക്ക് പെട്ടെന്നുണ്ടായിട്ട വളർച്ചയല്ല. വളരെ ജനസംഘ കാലഘട്ടം മുതലേ വളർന്ന് വികസിച്ച് വന്നൊരു പാർട്ടിയാണ്. പലരും ഇതിന് അവരുടേതായിട്ട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വമുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യനായിട്ടുള്ള ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. സഹകരിക്കുന്നതിന് പൂർണ്ണമായി അങ്ങയോടൊക്കെ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ? എല്ലാവരുമായിട്ടും കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അത് BJPയുടെ ഒരു സംഘടനാപരമായിട്ടൊരു സിസ്റ്റമുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്ന സിസ്റ്റമല്ല, ഞങ്ങളുടെ സിസ്റ്റം വേറെ സിസ്റ്റമാണ്. വീണ ജോർജ് പറയുന്ന സിസ്റ്റമല്ല ഇത്. ഞങ്ങളുടെ സിസ്റ്റം അക്ഷരാർത്ഥത്തിൽ നല്ല സിസ്റ്റമാണ്. ആ സിസ്റ്റം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹം തുടരുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, ഇപ്പോൾ CPM-ന് ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, BJPയുടെ വളർച്ച നോക്കൂ. CPM-ന് എത്ര MP-മാരാണ് ഉള്ളത്? ഒരു MP-മാർ. BJPക്കോ 1. CPM-ന് എത്ര മേയർമാരുണ്ട്? 1 കോഴിക്കോട്. BJPക്കോ 1. ഞങ്ങളിപ്പോൾ തലസ്ഥാനത്താണ് ഞങ്ങളൊന്ന്. തൃശ്ശൂരിൽ ഞങ്ങൾ ജയിച്ചത് 75,000-നാണ്. അവർ ജയിച്ചത് എത്ര? ആലത്തൂരത്തെ ജയിച്ചത് വളരെ തുച്ഛമായ വോട്ടിലാണ്. കോഴിക്കോട് അവർ അധികാരത്തിൽ വന്നത് വളരെ നേരിയ ഭൂരിപക്ഷം, ഞങ്ങൾ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷവും സ്വാധീനവും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മേയർ ഉണ്ടായി. അടുത്ത് ഞങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്നുള്ള ആ രീതിയിലേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. കൂടുതൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, VV രാജേഷ് സൂപ്പർ മേയറാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. എനിവേ, നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ അവസാനത്തെ ഇതിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 1.5 മണിക്കൂറായിരിക്കുന്നു. കാട്ടാക്കട, അങ്ങ് ഈ കാട്ടാക്കടയിൽ ഇത് എത്രാമത്തെ തവണ? 3-ാം തവണ മത്സരിച്ച്, 4-ാമത്തെ തവണ ഇനി വരാൻ പോകുന്നത്. ഈ കാട്ടാക്കട തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, BJPയുടെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി, അതിനുശേഷം മുഴുവൻ സമയ പ്രവർത്തകനായി തിരുവനന്തപുരം കേന്ദ്രമായിട്ട് ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരം ജില്ലയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. 2011 ഞങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നമ്മുടെ സുഷമ സ്വരാജിനായിരുന്നു. സുഷമ ചെന്ന് തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ പ്രധാനപ്പെട്ട ചുമതലക്കാരെല്ലാം മത്സരിക്കണം എന്ന് നിർദ്ദേശിച്ചു. അതിൽ ഞങ്ങളോടൊക്കെ തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഏറ്റവും പറ്റിയൊരു മണ്ഡലം ഏതാ എന്ന് ഞാൻ കണ്ടെത്തിയപ്പോൾ എൻ്റെ ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ച ആളാണ്. ഒരു സാധാരണക്കാരനാണ് ഞാൻ. എനിക്കങ്ങനെ ഒരു വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ജീവിച്ച് ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന എന്നെപ്പോലത്തെ ഒരാൾക്ക് എനിക്ക് തോന്നി ഒരു ഗ്രാമം തന്നെയാണ് നല്ലത്. ഇപ്പോൾ നഗരത്തിൽ നിന്ന് കുറച്ച് അകന്ന് ഉള്ള കാട്ടാക്കടയിൽ അന്ന് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു. അന്ന് 2011 എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു 16,000 സിസ്റ്റം വോട്ടാണ്. അത് പിന്നെ അവിടെ തന്നെ ഞാൻ മത്സരിച്ച് തോറ്റതിന് ശേഷം ഞാൻ അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റ് സ്ഥലത്ത് കേരള ഒരു ചുമതല ഉള്ളത് കൊണ്ട് മറ്റ് ജില്ലകളിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഏറെക്കുറെ അവിടുത്തെ മരണ വീട്, അതുപോലെ അവിടുത്തെ രാഷ്ട്രീയ പരിപാടി, സംഘടനാ പരിപാടി, മറ്റ് പൊതുപരിപാടിയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. 16-ൽ വീണ്ടും സ്ഥാനാർത്ഥിയായി. എൻ്റെ വോട്ടിംഗ് ഏതാണ്ട് 39,000-നടുത്ത് വർധനവുണ്ടായി. അങ്ങനെ 3-ാം തവണ 2021 മത്സരിച്ചു. ചെറിയൊരു അന്ന് കേരളത്തിൽ മൊത്തം ഒരു വോട്ടിൻ്റെ കുറവ് BJPക്ക് ഉണ്ടായിരുന്നു, അതവിടെ ഉണ്ടായി. പക്ഷേ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്ത് അവിടെ LDFും UDFും 2-3 സ്ഥാനത്താണ്. ഇപ്പോൾ പ്രാദേശിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ആകെ 6 പഞ്ചായത്തുകൾ, 2 പഞ്ചായത്തിൻ്റെ ഭരണം BJPക്ക് ലഭിച്ചു. ആകെ 46 പഞ്ചായത്ത് മെമ്പർമാരെ അവിടെ വിജയിച്ചിട്ടുണ്ട്. 4 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വിജയിച്ചിട്ടുണ്ട്. 2 പഞ്ചായത്തിൽ മുഖ്യ പ്രതിപക്ഷമാണെന്ന് മാത്രമല്ല, വളരെ ഒരു
ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിനാണ് ഭരണം നഷ്ടപ്പെട്ടത്. അവിടെ വളവൂർക്കൽ എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തുണ്ട്. 6 3 മുന്നണിക്കും 6 വീതം ആളുകളുണ്ടായിരുന്നു, മെമ്പർമാരുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടിയാണ് UDF അധികാരത്തിൽ വന്നത്. പിന്നീട് മലയൻകീഴ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ 8 UDF 7 BJP, ഒരു സീറ്റിനാണ് ഭരണം നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ കാട്ടാക്കടയുടെ അടുത്ത MLA ആവും. കാട്ടാക്കടയിൽ ഞാൻ MLA ആവുന്നില്ല, BJPയുടെ ഒരു നേതാവ് അവിടെ MLA ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ കാട്ടാക്കടയിലൂടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റത്തിൽ കാട്ടാക്കടക്കൊരു സംഭാവന ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം എന്ന് പറഞ്ഞാൽ BJPക്കും NDAക്ക് അനുകൂലമായ രാഷ്ട്രീയ മാറ്റമാണ്. ആ മാറ്റത്തിൽ കാട്ടാക്കടക്കൊരു സംഭാവന ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആര് സ്ഥാനാർത്ഥിയായാലും, BJP നേതൃത്വം ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും 100% ജയിക്കും. കാട്ടാക്കടയിലെ ജനങ്ങൾ BJPക്കൊപ്പമാണ്, NDAക്കൊപ്പമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പും വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും, വിജയാശംസകൾ, പ്രാർത്ഥനകൾ. താങ്ക് യു. നമസ്കാരം.